വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിന്റെ പ്രാരംഭ പദമാണ് നമ്മൾ ചിന്തക്കെടുത്തത്. സർവശക്തിയുള്ള ദൈവം. ഞാനും നിങ്ങളും ആരാധിക്കുന്ന ദൈവം സർവശക്തിയുള്ള ദൈവമാണ്. ഇന്നലെ ഓർപ്പിച്ചല്ലോ, നിങ്ങൾക്കറിയാം, അടുത്ത കാലത്ത് മുളച്ച് കിളിച്ച് പൊങ്ങി വന്നൊരു പുത്തൻ ദൈവമല്ല, നിത്യനായ ദൈവം. സ്തോത്രം. ഈ ആയുസ്സിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം സത്യദൈവമായ, നിത്യദൈവമായ, ഏക ദൈവമായ, സാക്ഷാൽ ദൈവമായ, ജീവനുള്ള ദൈവമായ യേശു ക്രിസ്തുവിനെ സേവിക്കുന്നതും സ്നേഹിക്കുന്നതും ആരാധിക്കുന്നതും. അതിൽ കൂടുതൽ വേറെ ഭാഗ്യമൊന്നുമില്ല. സ്തോത്രം. ഒരു കാലത്ത് ഞാനും നിങ്ങളുമെല്ലാം ദൈവത്തെ അറിയാതെ ജീവിച്ചവരാ. അതാണ് നമ്മൾ ഇന്നലെ രാത്രി വായിച്ച് നിർത്തിയത്. വായിച്ചേ, ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 8 മുതൽ താഴോട്ട്. നേരത്തെ എങ്ങനായിരുന്നു ഒരു ചെറിയ ചിത്രം. എന്നാൽ അന്നു നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ. പ്രീമിയർ ബൈബിൾ തന്നെയാണോ ഇന്നും കൊണ്ടുവന്നേ? വീട്ടിൽ അതേ ഉള്ളെന്ന് തോന്നുന്നു. എന്നാലും വായിച്ചോ, കുഴപ്പമില്ല. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. അന്ന് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്. നമ്മുടെ കാര്യമായി പറയാൻ. എന്നാൽ അന്ന് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ, നമ്മുടെ കാര്യമാണ്. ദൈവത്തെ അറിയാതെ എന്ന് പറഞ്ഞാൽ സത്യദൈവത്തെ അറിയാതെ മൂഢദൈവങ്ങളുടെ പുറകെ നടക്കുകയായിരുന്നു. ഞാൻ പാട്ടുമൊക്കെ വരുന്നുണ്ട്, പിന്നെ അത് അലോക്യമാകും. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എല്ലാം പോയി എന്തെല്ലാം ചെയ്ത് എന്തെല്ലാം കാട്ടിക്കൂട്ടി. ആ പാട്ടിൻ്റെ മൊത്തം പാടിയാൽ അടിയുടെ ആറാട്ടായിരിക്കും. അതുകൊണ്ട് അതിൻ്റെ ഒരു വരിയെ പാടുകയുള്ളൂ. വെറുതെ തല്ലുകൊള്ളുക എന്ന് ഞാൻ തന്നെ കൊള്ളത്തില്ല. എല്ലാത്തിനും കൊള്ളിച്ചേച്ചേ പോവുള്ളൂ. ഞാൻ തന്നെ തല്ലി മേടിച്ച് പോകുന്ന നിങ്ങൾ കരുതണ്ട. എന്നെ മേടിക്കുക, അന്നെ എല്ലാവർക്കും വീതിച്ച് തരികയും ചെയ്യും. നമ്മളെല്ലാം ഒന്നിച്ച്. സ്തോത്രം പറഞ്ഞാലും നമ്മളെല്ലാം ഒന്നിച്ച്, എല്ലാം നമ്മൾ ഒന്നിച്ചാ. അപ്പം അതുകൊണ്ട് എല്ലാവരെയും പിന്നെ കുഞ്ഞെ ബഹളം ഉണ്ടാക്കുക. ഏത് കുഞ്ഞാ? ആരുടെ കുഞ്ഞാ? ബഹളം ഉണ്ടാക്കുക. അതിനെ പിച്ചുകയും കിഴക്കുകയും ഒന്നും ചെയ്യരുത്. ഒരല്പസമയത്തേക്ക് വെളിയിലോട്ട് നിന്ന് ശാന്തമായി കഴിയുമ്പം അകത്തോട്ട് കുഞ്ഞുമായിട്ട് കയറി വരണം. പിണങ്ങി പോവുകയും ചെയ്യരുത്. അപ്പൊ ശ്രദ്ധിക്കുക, മൂഢദൈവങ്ങളുടെ പുറകെ ഞാനും നിങ്ങളുമൊക്കെ ഒത്തിരി പോയതാ. ഏതാ? സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവരുടെ പുറകെ. അതിന്റെ ലക്ഷണമായി ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ദൈവം വാക്സിൻ എടുത്തു. ദൈവമല്ല. കുറച്ച് നാൾ മുമ്പ് കേരളത്തിലല്ല, കേരളത്തിന് വെളിയില ഒരു ദൈവം വെന്റിലേറ്ററിലായിരുന്നു. ശ്വാസം കിട്ടാതെ ദൈവം കിടന്ന്. ശ്വാസം കിട്ടാൻ നിങ്ങളാരും പേപ്പർ ഒന്നും വായിച്ചല്ലയോ? പേപ്പർ വന്നതാ. അപ്പൊ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ഞാനും നിങ്ങളും എല്ലാം വിരഞ്ഞോടിയതാ. എന്തെല്ലാം ചെയ്തു, എന്തെല്ലാം പ്രവർത്തിച്ചു. ഗുണം വല്ലതും വന്നോ? അതുമില്ല. ആ പാട്ടിൻ്റെ ഒരു വരിയേ പാടുള്ളൂ. അതിന് മേലെ വരികളുണ്ട്, അത് പാടിയ പ്രശ്നമാണ്. ആ വരി ഇങ്ങനെ: എന്തു കൊടുത്താലും എത്ര കൊടുത്താലും എപ്പോഴുമായി ഇരിപ്പ് തന്നെ. അതാ പത്രം അറിഞ്ഞാൽ മതി. എന്തെല്ലാം നമ്മൾ കൊണ്ട്. അതാ, എന്തു കൊടുത്താലും എത്ര കൊടുത്താലും എപ്പോഴുമായി ഇരിപ്പ് തന്നെ. സ്തോത്രം. മതി. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടു. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞു. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞു. വിശേഷാൽ ദൈവം നിങ്ങളെ അറിയുന്നു. അതല്ലേ ഏറ്റവും വലിയ ഭാഗ്യം. നിന്നെ അറിയുന്ന ഒരു ദൈവം ഉണ്ടെന്ന്. ഈ നമുക്ക് അന്യോന്യം ആരെയും നല്ലതുപോലെ ഇതുവരെ അറിയത്തില്ല. നിങ്ങൾക്ക് പാസ്റ്റർമാരെ ആരെയും ചോദിനെ അറിയത്തില്ല. വിഷയത്തോടെ എടുക്കുമ്പോഴാണ് അതിന് നിറം. പിന്നെ
ഒരു വിഷയം ഉണ്ടാക്കട്ടെ, ഞങ്ങളെ ബാധിക്കുന്ന വിഷയം ഒന്ന് വരട്ടെ, എന്നാലും ഞങ്ങളുടെ തനിനിറം. അല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ ഗ്ലോറി, വിക്ടറി, കാൽവറി, സ്തുതിച്ചാട്ടെ, ഒരിക്കൽ കൂടെ ജീസസ് എന്നൊക്കെ പറഞ്ഞ് പാമ്പ് ചീറ്റുന്നത് പോലെ ചീറ്റി ഇവിടെ നിൽക്കുകയുള്ളൂ. ഞങ്ങളെയോ ഞങ്ങളുടെ ഭാര്യയോ കുഞ്ഞുങ്ങളെയോ കുടുംബത്തെയോ സംബന്ധിക്കുന്ന വിഷയമൊന്നും ഉന്നയിച്ച് അന്നേരം ഞങ്ങളുടെ തനിനിറം അറിയാം. മിണ്ടുകയല്ല. അന്നേരം പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ കളി മാറും. ഇനിയും ദൈവദാസന്മാരും വിഷമിക്കരുത്. നമുക്ക് വിശ്വാസികളുടെ സ്വഭാവം ശരിക്കും അറിയത്തില്ല. ഭാഷ എന്നും പറഞ്ഞിരിക്കുന്നത് നമ്മൾ പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ്. ഭാഷ എനിക്ക് നിങ്ങളെ ചൊവ്വൻ അറിയാൻ മേല, നിങ്ങൾക്ക് എന്നെയും ചൊവ്വൻ അറിയാൻ മേല. എന്നാൽ എന്നെയും നിങ്ങളെ അറിയുന്നൊരു ദൈവമുണ്ട്. കർത്താവിന് നല്ലതുപോലെ നമ്മളെ അറിയാം. അതുകൊണ്ട് പറയുക, എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടു. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞിരിക്കുന്നു. നമ്മെ അറിയുന്നൊരു ദൈവമുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായെങ്കിലും ഭർത്താവിന് ഭാര്യയെ ചൊവ്വനെ അറിയാൻ മേല. ഭാര്യയ്ക്ക് ഭർത്താവിനെയും വേണ്ടതുപോലെ ഒന്നും അറിയത്തില്ല. കുറേ കാര്യമൊക്കെ അറിയാമെന്നല്ലാതെ. സ്തോത്രം. എന്നാൽ നമ്മയെല്ലാം അറിയുന്നൊരു ദൈവമുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, മാതാപിതാക്കൾ നിന്നെ അറിയത്തില്ലെങ്കിലും നിന്നെ അറിയുന്നൊരു ദൈവമുണ്ട്. മക്കൾ വേണ്ട വിധത്തിൽ മാതാപിതാക്കളെ അറിയത്തില്ലെങ്കിലും അറിയുന്നൊരു ദൈവമുണ്ട്. സഭക്കാരും ചാർച്ചക്കാരും വേണ്ടപ്പെട്ടവരും പ്രിയപ്പെട്ടവരാരും നമ്മെ അറിയുന്നില്ലെങ്കിലും നമ്മെ നന്നായിട്ട് അറിയുന്നൊരു ദൈവമുണ്ട്. ഇപ്പോഴോ ദൈവം നിങ്ങളെ അറിഞ്ഞും, നിങ്ങൾ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കുക. അപ്പം ഇപ്പം നമ്മളെ ദൈവം അറിഞ്ഞിരിക്കുക. നേരത്തെ അറിയത്തെ ദൈവത്തിന് നമ്മളെ ദൈവത്തിന് എല്ലാവരെയും അറിയാമെങ്കിലും അറിയേണ്ടതുപോലെ അന്യോന്യം അറിയുന്നില്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ ദൈവത്തെ അറിഞ്ഞു, വിശേഷാൽ ദൈവവും നമ്മളെ അറിയുന്നുണ്ട്. കാരണം ഇപ്പം നാം ദൈവമക്കളാ. കാൺമീ നാം ദൈവമക്കൾ. നമ്മൾ വിശുദ്ധ സഹോദരന്മാരാ, സ്വർഗീയ പൗരന്മാരാ. സ്തോത്രം. പത്രോസിന്റെ ഭാഷ പറഞ്ഞാൽ നമ്മൾ വൃദ്ധന്മാരാ. പൗലോസിന്റെ, പത്രോസിന്റെ, മറ്റ് അപ്പോസ്തലന്മാരുടെയും പഴയ നിയമ വിശുദ്ധന്മാരുടെയും ഭാഷ പറഞ്ഞാൽ നമ്മൾ പരദേശികളാ. പത്രോസിന്റെ ലേഖനത്തിൽ നാം വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാ. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാ. സ്തോത്രം. നമുക്കൊത്തിരി പദവികൾ ദൈവം തന്നിരിക്കുക. അങ്ങനെയുള്ള നമ്മെ പറ്റി പറയുക, ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ നിങ്ങൾ പിന്നെയും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളിലേക്ക് തിരിഞ്ഞ്. ഒന്നുകൂടെ വായിച്ചേ. നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദിപാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവയ്ക്ക് പുതുതായി അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എങ്ങനെ? കണ്ടോ? ഇപ്പോൾ നാം ദൈവത്തെ അറിഞ്ഞു, ദൈവം നമ്മെ അറിഞ്ഞിരിക്കെ നിങ്ങൾ ദൈവമക്കളാ, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാ. അങ്ങനെയുള്ള നിങ്ങൾ ആ ദരിദ്രവും ബലഹീനമായ പഴയതിലേക്ക് ഇനിയും പോകരുത്. അത്ര ഉള്ള എൻ്റെ ആശയം. ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യം ഒന്നുകൂടെ, ഇനി ഓണക്കളിക്കൊന്നും പോകരുത്, ക്ലബിലെ പരിപാടിക്കൊന്നും വടംവലിക്കൊന്നും. നമുക്ക് സഭയ്ക്കകത്ത് വടംവലിയുണ്ട്, പിന്നെ വെളിയിൽ പോയി വലിക്കേണ്ട കാര്യമൊന്നും. ഇതിനകത്ത് ആവശ്യത്തിന് വടവുണ്ട്, വലിക്കാൻ ആളും സെക്രട്ടറിയും ഒരു ഗ്രൂപ്പും കൂടി ഇങ്ങോട്ട് വലിക്കുന്നു, പാസ്റ്ററും ട്രഷാറും കൂടെ അങ്ങോട്ട് വലിക്കുന്നു, പ്രസിഡൻറ്റും സെക്രട്ടറിയും കൂടി ഇങ്ങോട്ട് വലിക്കുമ്പോൾ ട്രഷാറും കമ്മിറ്റിയും കൂടെ അങ്ങോട്ട് വലിക്കുന്നു. സഹോദരിമാർ തമ്മിൽ നമുക്ക് ആവശ്യത്തിന് വടംവലിയുണ്ട്, പിന്നെ നടുറോടി കടന്ന് ഓണത്തിന് വടം വലിക്കേണ്ട ഒരു കാര്യവും ആരാണ്ട് പോയെന്നാണ് തോന്നുന്നത്. ഇപ്പം കോവിഡ് ആയതുകൊണ്ട് കുഴപ്പമില്ല. സ്തോത്രം. ഞാൻ ഉദാഹരണമായിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലെ നിരവധി പറയാനുണ്ട്. അത് പറഞ്ഞാൽ ഇന്ന് മുഴുവൻ അതായിരിക്കും വിഷയം. നിങ്ങളും പറയും പുള്ളിക്ക് ഒരു വിഷയവും ഇല്ലാതിരുന്നപ്പോൾ അത് കയറി വന്നേ. അതുകൊണ്ട് വേണ്ട. ബലഹീനവും ദരിദ്രവുമായ ആദിപാഠങ്ങളിലേക്ക് ഇനി
തിരിഞ്ഞ് അതിനെ അടിമപ്പെടരുത്. പിന്നെ നിങ്ങൾ ദിവസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. അത് തെറ്റായിട്ടാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. അല്ല, നിങ്ങളിപ്പോൾ അതൊക്കെ ആചരിക്കുന്നു. ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി, സപ്തതി, ഷഷ്ടി, വിവാഹത്തിൻ്റെ 50-ാം വാർഷികം, വിവാഹ വാർഷികം. ഇപ്പോൾ ഇവിടുത്തെ തിരുവനന്തപുരത്തെ എഡീഷനിൽ എങ്ങനെയാണെന്നറിയത്തില്ല. പത്തനംതിട്ട, കോട്ടയം എഡീഷനിലൊക്കെ മനോരമയിൽ ഇപ്പോൾ പെന്തിക്കോസുകാർ ചരമവാർഷികവും കൊടുക്കാൻ തുടങ്ങി. ഇവിടെ വല്ലതും വന്നോന്നറിയത്തില്ല. അത് ഒരു ചെറിയ ഭേദഗതി. സ്വർഗത്തിലെ 1-ാം പിറന്നാൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല. നിങ്ങൾ വല്ലതും വായിച്ചിട്ടുണ്ടോ? ഇവിടെ തിരുവനന്തപുരം എഡീഷനിലും ഉണ്ടോ? അപ്പം പിന്നെ യോഗാശാബാത്ത് ആഘാവൂടെ സംസാരിച്ച പോലെ എൻ്റെ ജനവും നിൻ്റെ ജനവും ഞാനും നീ ഒരുപോലെ ഇരിക്കുന്നു. അപ്പം പിന്നെ എങ്ങനെയുണ്ട്? ഒരു ആത്മീയ പരിവേഷം കൊടുക്കുക. സ്വർഗത്തിലെ 1-ാം നിങ്ങൾ ആ ബലഹീനവും ദരിദ്രമായ ആദിപാഠങ്ങളിലേക്ക് ഇനി തിരിയരുത്. മോശമാണ്. കാരണം നിങ്ങളെ ദൈവം അറിഞ്ഞിരിക്കുന്നവരാ. സ്തോത്രം. ഞാൻ ആ ഭാഗം പറഞ്ഞിട്ട് പലരുടെയും മുഖത്തൊരു വെട്ടവും വെളിച്ചവും. പിന്നെ ഈ ലൈറ്റിൻ്റെ വെട്ടമേ ഉള്ളൂ, അല്ലാതെ ഒരു മനോസുഖത്തിലുള്ളൊരു വെട്ടം കാണുന്നില്ല. അതുകൊണ്ട് ആ ഭാഗവും പ്രസംഗിക്കുന്നില്ല. അപ്പോൾ ചോദിക്കും, പിന്നെ അതെപ്പോഴാണ് പ്രസംഗിക്കുന്നത്? അതെല്ലാം ഞാൻ ദൈവം അനുവദിച്ചാൽ അടുത്ത 22-ാം തീയതി ഒരു പ്രസംഗമുണ്ട്. അത് കുറച്ചേറെ മണിക്കൂർ പ്രസംഗിക്കും ദൈവം അനുവദിച്ചാൽ. അന്നേരം അതെല്ലാം കരുതി വെച്ചിരിക്കുക. സ്തോത്രം. എവിടെയാണെന്നായിരിക്കും അമ്മ ചോദിച്ചത്? ഇവിടെ അങ്ങ് അല്ല അമ്മ, മാവേലിക്കരയല്ല. സ്തോത്രം. കോവിഡ് ആയതുകൊണ്ട് എല്ലാവരെയും കൂട്ടാനൊക്കത്തില്ല, കുറച്ച് പേർക്ക് ഒക്കുള്ളൂ. അപ്പം ശ്രദ്ധിക്കുക, ബലഹീനവും ദരിദ്രമായ ആരുപാടിലേക്ക് തിരിഞ്ഞു പോകരുത്. നിങ്ങൾ ദിവസങ്ങൾ, മാസങ്ങൾ, കാലങ്ങൾ, ആണ്ടുകൾ പ്രമാണിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ ആയി പോയോന്ന് ഭയപ്പെടുന്നു. പൗലോസ് പറയാ, നിങ്ങളുടെ ഇപ്പോഴത്തെ പോക്കും രീതിയും കണ്ടിട്ട് എനിക്ക് ഭയം വരുന്നെന്ന് പൗലോസ് പറയാം. ഗലാത്യരോട് പറയുക, നിങ്ങളുടെ ഇപ്പോഴത്തെ രീതിയും പോക്കും ഒക്കെ കണ്ടിട്ട് പേടി വരുന്നു. ഇപ്പോഴത്തെ പെന്തിക്കോസുകാരുടെ പോക്കും രീതിയൊക്കെ കണ്ടിട്ട് ഭയം വരിക. സ്തോത്രം. പേടി വരുന്നു. ഇതെവിടെ ചെന്ന് നിൽക്കും, എങ്ങനെ ആകും? ആട്ടെ, നമുക്ക് ആ ഭാഗം വിട്ടേക്കാം. അപ്പോൾ ഒരു കാലത്ത് ദൈവത്തെ അറിയാതെ, ദൈവം ആരാണെന്ന് അറിയാതെ അന്ധകാരത്തിൻ്റെ കുടിയിൽ കിടന്ന എന്നെയും നിങ്ങളെയും യേശുക്രിസ്തു മുഖാന്തരം ദൈവം രക്ഷിച്ചു. ഇപ്പോൾ നാം ഒരു ദൈവ പൈതലായി തീർന്നിരിക്കുക. അതുകൊണ്ട് ഇന്ന് രാത്രി ഓർത്തോണം, സർവശക്തനായ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്. നമുക്ക് ഇന്ന് രാത്രി ഈ സർവശക്തനായ ദൈവം, അത് ഈ വേദപുസ്തകത്തിൽ പല ഭാഗത്ത് ആ പ്രയോഗമുണ്ട്. സർവശക്തനായ ദൈവം. അങ്ങനെയുള്ള 1-2 പദങ്ങൾ ഇന്ന് രാത്രി എടുത്ത് അതിൻ്റെ ചില കാര്യങ്ങൾ ചിന്തിച്ച് നമുക്കങ്ങ് നിർത്താം. ഒരു വാക്യം വായിച്ചേ. അവിടെ ഈ സർവശക്തൻ എന്ന ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ പ്രാരംഭ വാക്യം വായിച്ചാട്ടെ. അബ്രാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രാമിന് പ്രത്യക്ഷനായ അവനോട്. ഒന്നുകൂടെ വായിച്ചേ. അബ്രാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രാമിന് പ്രത്യക്ഷനായി അവനോട് ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. മതി. ഞാൻ ഈ പുസ്തകം ഉടനീളം ഇങ്ങനെ പരതിയപ്പോൾ, എന്നേക്കാൾ നന്നായിട്ട് പഠിച്ചവരാ നിങ്ങൾ, ഏതാണ്ട് 10-20 സ്ഥലത്ത് സർവശക്തനായ ദൈവം എന്നുള്ള പ്രയോഗമുണ്ട്. അപ്പം 20 എന്ന് പറയാൻ ഒക്കത്തില്ല. പിന്നെ ഈ ഇരിപ്പാണെങ്കിൽ 2 എണ്ണം പോലും പറയുകയല്ല. സ്തോത്രം. നമുക്ക് ചിന്തിക്കാം. ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്. അബ്രാമിന് 99 വയസ്സായപ്പോൾ, അങ്ങനെയല്ലയോ സിസ്റ്ററെ? വായിച്ചോന്നൂടെ.
അബ്രാമിന് 99 വയസ്സായപ്പോൾ അബ്രാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രാമിന് പ്രത്യക്ഷനായി. അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. ശരിയായ പ്രയോഗം എൽ ഷദ്ദായി എന്ന് പറഞ്ഞാൽ സർവശക്തനായ. അതിന് വേറൊരു പദം കൊടുത്തിരിക്കുന്നത് പർവ്വത സമമായി, പർവ്വതം പോലെ. പർവ്വതത്തിൻ്റെ രണ്ട് വിശേഷത: ഒന്ന് ഉയർന്നതാ, രണ്ട് ഉറപ്പുള്ളതാ. അപ്പോൾ ഞാനും നിങ്ങൾ സേവിക്കുന്ന ദൈവം ഉയർന്നവനും ഉറപ്പുള്ളവനുമാണ്. സ്തോത്രം. സർവശക്തിയുള്ള ദൈവം. ഇവിടെ അബ്രാമിനോട് ദൈവം പറയുക 99 വയസ്സായപ്പോൾ, അങ്ങനെ അടിച്ചേക്കുന്നത് 99 വയസ്സായപ്പോൾ. ഈ 99 വയസ്സിലും ദൈവം ഇടപെടുന്നുണ്ടല്ലോ. ചില എത്രയുണ്ട് പ്രായം? 10-75 പാസ്റ്റേ, 75 ആയി. പിന്നെ ഇങ്ങനെ ഓരോ കൃത്രിമം കാണിച്ചുകൊണ്ട് അറിയാതെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. വയസ്സ് 75 കഴിഞ്ഞു. ആടെ ദൈവം ഇടപെടുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെ വലുതായിട്ടൊന്നും. കുഞ്ഞുനാളിൽ ഭയങ്കരമായിട്ട് എന്നോട് ശക്തമായിട്ട് ഇടപെടുമായിരുന്നു. ഇപ്പം പരുവക്കേടായി. എന്നാൽ അബ്രാമിനോട് 99 വയസ്സിലും ദൈവം ഇടപെട്ടെന്നുള്ളതാണ്. അപ്പോൾ 17-ാം അധ്യായത്തിൽ അബ്രാമിൻ്റെ പ്രായം 99. ആ 16-ാം അധ്യായത്തിൻ്റെ ഒടുവിൽ പ്രായം പറഞ്ഞിട്ടുണ്ട്. 16-ന്റെ ഒടുവിലത്തെ വാക്യം വായിച്ചേ. ഗാഹർ അബ്രാമിനെ ഇശ്മായേലിനെ പ്രസവിച്ചപ്പോൾ. ആരാ? ഗാഹർ. ഒന്നുകൂടെ വായിച്ചേ. ഗാഹർ അബ്രാമിനെ. ഒന്നുകൂടെ. പോരാ, എന്നാലും ഷടേന്ന് വായിക്കുന്നുണ്ട് കേട്ടോ. ഗാഹർ. വായിച്ചോ. ഇനി പറഞ്ഞൊരു ആലോക്യമൊന്നും വേണ്ട. ഗാഹർ അബ്രാമിനെ ഇശ്മായേലിനെ പ്രസവിച്ചപ്പോൾ അബ്രാമിന് 86 വയസ്സായിരുന്നു. അബ്രാമിന് 86 വയസ്സ്. അപ്പോൾ 16-ാം അധ്യായത്തിന്റെ ഒടുവിൽ അബ്രാമിന്റെ പ്രായം പറയാ 86 വയസ്സ്. ആ 16-ാം അധ്യായം പര്യവസാനിച്ചു. 17-ാം അധ്യായം തുടങ്ങുമ്പോൾ അബ്രാമിന്റെ പ്രായം പറയാ അബ്രാമിന് 99 വയസ്സ്. അപ്പോൾ 16-ാം അധ്യായത്തിന്റെ ഒടുവിൽ 86 വയസ്സ്. പ്രായം അങ്ങോട്ട് ഇതുപോലൊരു വാക്യം വേറെ ഇല്ല. പ്രായം പറഞ്ഞു നിർത്തിയ 2 അധ്യായം വേറെ പുസ്തകത്തിലില്ല. വേറെ പുസ്തകത്തിൽ നിന്ന് മാത്രമല്ല, നമ്മളതിലും കൃത്യം പ്രായം പറയുന്നില്ലല്ലോ. കൊച്ചമ്മ എന്തുകൊണ്ട് പ്രായം കണ്ടാൽ എന്തോ തോന്നും അല്ലേ? നേര് പറയുകയല്ല. കണ്ടാലിപ്പോൾ ഒന്നും അറിയത്തില്ല. ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് ഇതൊന്നും. പാസ്റ്റർമാർ വരെ ഡൈ അടിക്കുന്നവരുണ്ട്. പിന്നെ പാസ്റ്റർമാരും പാസ്റ്റർമാരുടെ ഭാര്യമാരും ഒരു പരുവത്തിനൊക്കെ അങ്ങ് യോടി നിങ്ങൾ ഈ ഭൂമിയിലൊന്നും അല്ലേ ജീവിക്കുന്നേ. സ്തോത്രം. ചിലർ TV വരുമ്പോൾ ഒരു മുഖം, അത് കഴിയുമ്പോൾ ഈ ചായ വല്ലതും അടിച്ച് പൂശി വരുമ്പോൾ നമ്മളോർക്ക് കൊള്ളാം. അത് കഴിഞ്ഞ് പുള്ളിയെ ചന്തയെ വെച്ച് കണ്ടപ്പോൾ ഓരോരോ ടൈപ്പാണ്. ഇവിടെ 16-ാം അധ്യായത്തിൽ അബ്രാമിൻ്റെ പ്രായം പറയുക 86. 17-ാം അധ്യായം തുടങ്ങുമ്പോൾ പറയുക അബ്രാമിൻ്റെ പ്രായം 90. അതിനെ 2 അധ്യായത്തിൽ പ്രായം പറയാൻ കാര്യം അത് പറയാം. നിങ്ങൾക്കറിവുള്ള ഭാഗമാണ്. അബ്രാമിനെ ദൈവം വിളിച്ചു വേർതിരിച്ചു. അബ്രാമിൻ്റെ വിളിയെ പരാമർശിക്കുന്ന ഒരു പദം വേദപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് ഞാൻ അവനെ ഏകനായിട്ട് വിളിച്ചെന്നാ. യെശയ്യാ 51:2 വായിച്ചേ. യെശയ്യാ പ്രവചനം 51:2. നിങ്ങളുടെ പിതാവായ അബ്രഹാമിങ്കിലേക്കും നിങ്ങളെ പ്രസവിച്ച സാറായിങ്കിലേക്കും തിരിഞ്ഞു നോക്കുവിൻ. ഞാൻ അവനെ ഏകനായിട്ട് വിളിച്ചെന്ന നിങ്ങളുടെ പിതാവായ അബ്രഹാമിങ്കിലേക്ക് നിങ്ങളെ പ്രസവിച്ച സാറായിങ്കിലേക്ക് തിരിഞ്ഞു നോക്കുവി. ഞാൻ അവനെ ഏകനായിട്ട്. ഇതാരാ ഇത് കാണിക്കുന്നേ? അതങ്ങ് നിർത്തിയേരും. എല്ലാവരും വേദപുസ്തകം എടുക്കും. ഞാനിത് ഓർത്തില്ല. അത് നിർത്തിയേരും മോനെ. എല്ലാവരും വേദപുസ്തകം എടുക്കും. വേദപുസ്തകം ഉള്ളവരെല്ലാം വേദപുസ്തകം എടുക്കും. ഇത് കാണിക്കണ്ട മോനെ, ഇതങ്ങ് നിർത്തും. അത് മതി. എല്ലാവരും വേദപുസ്തകം എടുക്കും. ഞാൻ ഇപ്പോഴാണ് കണ്ടത്. അല്ല, ഞാൻ നോക്കുമ്പോൾ ആരും പുസ്തകം തുറക്കുന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അതുകൊണ്ടാണ് ഞാൻ നോക്കിയത്. അത് മതി.
നോ ഇൻപുട്ടോ? അത് മതി. അത് കുഴപ്പമില്ല. എല്ലാവരും വേറെ അവസ്ഥ എടുക്കണം. ഇപ്പോഴേ ഇത് നല്ലതാ, ആ രീതിയിൽ ഉപയോഗിക്കണം. പക്ഷേ ഇത് ചിലപ്പം വ്യായതി പ്രവർത്തിക്കും. കാരണം ഇത് ഇങ്ങനെ കാണിക്കുമ്പോൾ ഒറ്റ ഒരെണ്ണം ബൈബിള് നോക്കുകയില്ല, ഇങ്ങനെ നോക്കിയിരുന്നാൽ മതിയല്ലോ. അതിൻ്റെ കുഴപ്പടി എന്നാന്ന് പറയാം, വേദപുസ്തകമായിട്ട് ബന്ധം വരികയില്ല. പുസ്തകം എടുത്ത് താള് മറിച്ച് അധ്യായങ്ങളും ആ പുസ്തകവും പഠിച്ചെങ്കിലേ ഇത് തിട്ടം വരുവുള്ളൂ. ഇല്ലേ ഇങ്ങനെ പൊട്ടനാട്ടം കണ്ടതുപോലെ. ഇത് നല്ലതാ, ചീത്തയാന്നല്ല. ഉണർവ് കയറി ഇന്ന് രാത്രി തല്ലിപ്പൊട്ടിക്കൊന്നും ചെയ്യരുത്. എടുത്തടിയടാ നീ ഈ സഭയ്ക്കകത്തിത് അങ്ങനൊന്നും ചെയ്യരുത്. അറിയാൻ മേലാത്തൊരു പാട്ട് പാടുമ്പോൾ വേണേ അതൊന്ന് കാണിച്ചു കൊടുക്കണം. എഴുതിയെടുക്കുന്നവർക്ക് എഴുതിയെടുക്കാം, ഒന്ന് നോക്കി പാടാം. പ്രത്യേകമായിട്ട് ഇപ്പോൾ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് വേറെ പുസ്തകമല്ല, അല്ലാത്ത കാര്യങ്ങൾ പറയുമ്പം ഒന്ന് കാണിച്ചു കൊടുക്കാം, നല്ലതാണ്. പക്ഷേ ഉദ്ദേശമായിട്ട് പ്രസംഗിക്കുമ്പം വാക്യം കാണിക്കരുത്. കാണിച്ചാൽ കുഴപ്പം, അത് പാപമാണെന്നല്ല, കാണിച്ചാണല്ലോ കുഴപ്പം. ആരും കഴിവിൻ്റെ പരമാവധി മിക്കവരും പുസ്തകം കൊണ്ടുവരികയില്ല, കൊണ്ടുവന്നാലും തുറക്കുകയില്ല. കാരണം ഇവിടെ കാണിക്കുന്നുണ്ടല്ലോ. അപ്പം വേറെ പുസ്തകം എടുത്ത് വായിച്ചാൽ മതി. ഇനി നിങ്ങളുടെ സഭയുടെ നിയമം ഇത് കാണിക്കുമെന്നാണെങ്കിൽ കാണിച്ചോ, ഞാനെങ്ങാനും വരുമ്പോൾ ഇത് കാണിക്കരുത്. ഒരു അലോഗ്യം ഉണ്ടാക്കാതിരിക്കാനേ ക്ലിയറായിട്ട് കാര്യം പറയാൻ. അപ്പൊ ശ്രദ്ധിക്കുക, അബ്രഹാമിനെ ദൈവം വിളിച്ച് വേർതിരിച്ചു. നിങ്ങളുടെ പിതാവായ അബ്രഹാമിലേക്ക്, നിങ്ങളെ പ്രസവിച്ച സാറയിലേക്ക് തിരിഞ്ഞു നോക്കുവീൻ, ഞാൻ അവനെ ഏകനായിട്ട് വിളിച്ചെന്ന. ദൈവം വിളിക്കുന്നതെല്ലാം ഒറ്റയ്ക്കൊറ്റയ്ക്ക. ദൈവം ആരെ വിളിച്ചോ, എപ്പോൾ വിളിച്ചോ, എവിടെ വെച്ച് വിളിച്ചോ, വിളിച്ചതെല്ലാം വ്യക്തിപരമായിട്ടാണ്. നിങ്ങൾക്കറിയാം വേദപുസ്തകത്തിലെ ആദ്യത്തെ വിളി, ആദമേ നീ എവിടെ? ദൈവം വിളിക്കുക. ആദമേ ദൈവം വിളിക്കുക. ആദമിനെ ദൈവം വിളിക്കുമ്പോൾ തോട്ടത്തിൽ ഹവ്വായുണ്ട്, പക്ഷെ വിളിച്ചത് ആദമിനെ. ഒരിക്കൽ ദൈവാലയത്തിൽ കിടന്നുറങ്ങിയ ആ ശാമുവേൽ ദൈവം വിളിച്ചു, ശമുവേലേ ശമുവേലേ അല്ലേ? അപ്പോൾ തന്നെ അവിടെ ഏലിയുണ്ട്, ഏലിക്ക് 2 പിള്ളേരുമുണ്ട്. അപ്പോൾ നിങ്ങളെ വിളിച്ചൊന്നുമില്ല, വിളിച്ചിട്ടും വലിയ കാര്യമില്ല. മരി മുപ്പല്ലിയായിട്ട് ഇങ്ങനെ നടക്കുന്നതെന്നല്ലാതെ സ്തോത്രം, ദൈവമായിട്ട് ബന്ധമില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ദൈവം വിളിക്കുന്നതെല്ലാം ഒറ്റയ്ക്കൊറ്റയ്ക്കാണ്. അബ്രഹാമിന്റെ വിളിയെപ്പറ്റി പറയുക, ഞാൻ അവനെ ഏകനായിട്ട് വിളിച്ചു. അബ്രഹാം ദൈവത്തിന്റെ വിളി കേട്ടിറങ്ങി. അബ്രഹാം ദൈവത്തിന്റെ വിളി കേട്ടിറങ്ങി. കുഴപ്പമില്ല, എന്നാലും അതൊരു താളവാ, അങ്ങനെ ഇരിക്കട്ടെ. അപ്പൊ ശ്രദ്ധിച്ചേ, കുഞ്ഞുങ്ങളല്ലേ, അത് നിങ്ങൾക്ക് അറിയത്തില്ല. അപ്പം നിങ്ങളത് പരിജ്ഞാനത്തോടെ കൈകാര്യം ചെയ്താൽ മതി. പിണങ്ങി പോകരുതേ, ഇനി തീരുമാനം എടുക്കരുത്. ഞാൻ ഇനി കൊച്ചുള്ളിടത്തോളം കാലം ഒറ്റ യോഗത്തിനും അങ്ങനൊന്നും പറയരുത്. കുഞ്ഞുങ്ങളെ ദൈവം തരുന്നതാ. അങ്ങനെ ശുശ്രൂഷയ്ക്ക് അതിൻ്റെ ഒരു പരിജ്ഞാനത്തോടെ കൈകാര്യം ചെയ്താൽ മതി. സ്തോത്രം. മക്കളെ യഹോവ തരുന്ന ഈ അവകാശവും ഉദരബലം ദൈവം തരുന്ന പ്രതിഫലമാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങളോടൊന്നും പറയരുത്. നമ്മൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ അതൊരു പരിജ്ഞാനത്തോടെ അങ്ങ് കൈകാര്യം ചെയ്താൽ മതി. അപ്പൊ ശ്രദ്ധിക്കുക, അബ്രഹാമിനെ ഏകനായിട്ട് ദൈവം വിളിച്ചു. അബ്രഹാമിന്റെ വിളിയെ പരാമർശിക്കുന്നത് ഒരു വലിയ കുടുംബത്തിൽ നിന്ന് അബ്രഹാമിനെ ദൈവം വിളിച്ചത്. വേറെ പഠിതാക്കളിൽ ചിലർ പറയുന്നത് 1800 ശിഷ്ടം അംഗങ്ങളുള്ള മകത്തായ ബൃഹത്തായ ഒരു വലിയ കുടുംബത്തിൽ നിന്ന് അബ്രഹാമിനെ ദൈവം വിളിച്ചത്. ശ്രേഷ്ഠമേറിയ വിളിയാ. 2, അബ്രഹാമിന്റെ ജാതി കൽദായ ജാതിയാ. ജാതികളിൽ കരുത്തന്മാരും ഊറ്റന്മാരുമാണ് കൽദയ ജാതി. ആ ജാതിയിൽ നിന്ന് അബ്രഹാമിന്റെ ദൈവം വിളിച്ചു വേർതില്ല. അപ്പൊ ജാതിയിൽ ശ്രേഷ്ഠനാ. 3, അബ്രഹാം സംസ്കാര സമ്പന്നമായ മെസപ്പൊട്ടോമിയായി നിന്നാണ് ഇറങ്ങി വന്നത്. നല്ല സംസ്കാരത്തിൽ നിന്നാണ് ഇറങ്ങി വന്നത്. 4, അബ്രഹാം ഒരു പട്ടണവാസിയായിരുന്നു. കാരണം ഊരിൽ നിന്നാണ് ഇറങ്ങുന്നത്. ഇങ്ങനെ അബ്രഹാമിന് ഒത്തിരി വിശേഷതയുണ്ട്. ഇങ്ങനെ ദൈവത്തിന് വിളി കേട്ട് അബ്രഹാം
അവിടെ നിന്ന് എന്ന് പറഞ്ഞ ആശയം ഇത്രയേ ഉള്ളൂ. ദൈവം വിളിച്ചു കഴിഞ്ഞപ്പോൾ കുടുംബശ്രേഷ്ഠത വലുതായി കണ്ടില്ല. ചിലർ പറയാനുണ്ട്, പാസ്റ്റർ ഞങ്ങൾക്കറിയാം ഇത് സത്യമാണെന്നും ഇത് ശരിയാണെന്നും ഇതാ സത്യമെന്നുമൊക്കെ ഞങ്ങൾക്ക് അറിയാം. പിന്നെ ഉപദേശിമാരൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വരികയും പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ അച്ചാനാന്നെ ഉപദേശിമാരെന്ന് പറഞ്ഞാൽ ജീവന നല്ല കാര്യം. ഞങ്ങൾക്കിതെല്ലാം അറിയാം. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് എടുത്ത് ചാടിയൊന്നും വരാൻ ഒക്കത്തില്ല. വട്ടപ്പാറയിൽ ഞങ്ങളുടെ കുടുംബമെന്ന് പറഞ്ഞാൽ വട്ടപ്പാറ മുതൽ മണ്ണന്തല വരെ ഞങ്ങളുടെ കുടുംബക്കാരാ, റോഡിൻ്റെ 2 സൈഡിലും. അന്നേരം തന്നെ മനസ്സിലായി, കാരണം പുറമ്പോക്കായിരുന്നു, പിന്നെ അത് വെട്ടിപ്പിടിച്ചാന്ന് കാര്യമൊക്കെ എനിക്ക് പിടികിട്ടും. റോഡിൻ്റെ 2 പിന്നെ ഗവൺമെൻറ് കരുണ ഉണ്ടായിരുന്നുകൊണ്ട് എന്നാൽ പിന്നെ അത് അങ്ങ് എടുത്തോളാൻ പറഞ്ഞ്. ഞങ്ങൾക്കങ്ങനെ പെട്ടെന്ന് ചാടി ഇറങ്ങി വരാനൊന്നും ഒക്കത്തില്ല. ഞങ്ങളുടെ കുടുംബം ഭയങ്കര കുടുംബമാണ്. അങ്ങനെയുള്ളവർ അബ്രഹാമിനെ ഒന്ന് നോക്കിക്കേ. 1800 ശിഷ്ടം അംഗങ്ങളുള്ള മകത്തായ ബൃഹത്തായ ഒരു വലിയ കുടുംബത്തിൽ നിന്ന് ദൈവശബ്ദം കേട്ടപ്പോൾ കുടുംബത്തെ വലുതായി കണ്ടില്ല. ആ ശബ്ദം കേട്ട ദൈവത്തിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചു. അതുകൊണ്ട് നീ നിന്റെ കുടുംബത്തിൻ്റെ മഹിമയൊക്കെ പറഞ്ഞ് ആയുസ് നഷ്ടപ്പെടുത്തി കളയാതെ സ്തോത്രം വിളിച്ച ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഇറങ്ങിക്കോണം ഇന്ന് രാത്രി. പ്രൈസ് ദി ലോർഡ്. ചിലരോട് നമ്മളെ സുവിശേഷമൊക്കെ പറഞ്ഞ് കാര്യമൊക്കെ അവർ പറയുന്നത്, സ്തോത്രം ഞങ്ങളെ അങ്ങനെ പെട്ടെന്ന് ചാടി വരാനൊന്നും ഒക്കത്തില്ല. ഞങ്ങൾക്കൊരു സ്റ്റാൻഡേർഡ്, ഒരു സംസ്കാരമുണ്ട്. നിങ്ങളുടെ കൂടെ വരുന്ന എല്ലാവരും ഒന്നും സംസ്കാരമൊന്നും ഉള്ളവർ ചുമ്മാ നിങ്ങളുടെ കൂട്ടത്തിൽ എല്ലാ വിഭാഗക്കാരും ഇല്ലേ? എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ കൂട്ടത്തിൽ എല്ലാ വിഭാഗക്കാരും നിങ്ങൾക്കാർക്കും ഒന്നും അറിയാൻ മേല. ഈ ഉടക്കുണ്ടാക്കും, എന്നാലും പറയാതിരിക്കാനൊക്കത്തില്ല. ഈ ഇതനുസരിച്ചൊന്നും അല്ല ഈ സഭയുണ്ടാക്കിയേക്കുന്ന ഒന്നും പലരും എല്ലാ വിഭാഗത്തിലും. ദൈവസഭ ഏതാന്ന് ചോദിച്ചാൽ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. അത് ജാതിയെന്നും ഗോത്രത്തിനും ഭാഷയെന്നും വംശത്തിനും യേശു ക്രിസ്തുവിനാൽ അവന് പിടിക്കപ്പെട്ട് ക്രിസ്തുവേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് വേർപെട്ട് വന്നവരുടെ കൂട്ടമാണ് ദൈവസഭ. അതാ എല്ലാ വിഭാഗത്തിൽ നിന്നുള്ളവർ രക്ഷിക്കപ്പെട്ടു വന്നു, അതാ സഭ. മറ്റേതൊന്നും സഭയല്ല, ഓരോ സംഘടനയാണ്. നിങ്ങൾ എല്ലാ മേഖലയെടുത്തേ അവരുടെ ഗ്രൂപ്പുകാരെല്ലാം കൂടെ സ്തോത്രം. എന്നെക്കൊണ്ട് നിങ്ങൾ പറയിപ്പിക്കാൻ തന്നെ ഇരിക്കുകയെന്ന് തോന്നുന്നു. ഒന്നും സഭയല്ല. അബ്രഹാം ദൈവത്തിൻ്റെ വിളി കേട്ടിറങ്ങിയപ്പോൾ സ്തോത്രം തൻ്റെ സംസ്കാരമൊന്നും വലുതായിട്ട് തോന്നിയില്ല. ദൈവത്തിൻ്റെ വിളി കേട്ടിറങ്ങി. ഇപ്പോഴും ചില പള്ളികളിലെ ഓരോ വിഭാഗക്കാർ കൂടുന്ന പള്ളികളില്ലേ? ഉണ്ടോ? പെന്തിക്കോസിനകത്തും ഉണ്ട്. കറുത്തവരെല്ലാം കൂടെ കൂടുന്ന ഒരു സഭ, വെളുത്തവരെല്ലാം കൂടെ കൂടുന്ന ഒരു സഭ, ഇരുനിറക്കാരെല്ലാം കൂടെ കൂടുന്ന ഒരു സഭ, വിളറിയതെല്ലാം കൂടെ കൂടുന്ന വേറൊരു സഭ. അവർ എവിടെയെങ്കിലും ചെന്നാലും അവരുടെ ആൾക്കാരെ മാത്രം കൂട്ടി തല്ലിക്കൂട്ടി സഭയുണ്ടാക്കുക. പരമാർത്ഥം ആയിരിക്കും. എന്നോട് പുള്ളി കള്ളം പറയുകയല്ല. തിരുവനന്തപുരം സിറ്റിക്കകത്ത് ഒരു CSI ചർച്ചുണ്ട്. ഇവിടെ ഉള്ളവർക്കാർക്കും അവിടെ വലിയ മെമ്പർഷിപ്പ്, തമാശ പറഞ്ഞല്ല, അത് അവിടുന്ന് വന്നവർ. എവിടുന്ന്? എല്ലാം ഞാൻ ദൃഷ്ടാന്തമായിട്ടൊരു കാര്യം അങ്ങോട്ട് സൂചിപ്പിച്ചതാണ്. കത്തോലിക്കലുമുണ്ട്. ചങ്ങനാശ്ശേരി രൂപതയുടെ സഭ തക്കലേ കിടക്കുന്നു. ചങ്ങനാശ്ശേരി എവിടാ? നിങ്ങൾക്ക് അതും പറയുന്നില്ല. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായി കാണും. 2 ദൃഷ്ടാന്തം തന്നേ ഉള്ളൂ. ഇതൊന്നും സഭയല്ല. കുറേ ആൾക്കാരെല്ലാം കൂടി ഇരുന്ന് തമ്പേറും തല്ലിപ്പോയിട്ട് ചൊച്ച ഉണ്ടാക്കുന്ന നല്ലാതെ
സഭ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. കക്ഷി പക്ഷ വർഗ വർണ്ണ വ്യത്യാസം കൂടാതെ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് വേർപെട്ട് നിൽക്കുന്ന സമൂഹമാണ് ദൈവസഭ. സ്തോത്രം. അപ്പോൾ അബ്രഹാം ദൈവത്തിന്റെ വിളി കേട്ട് ഇറങ്ങി തിരിച്ചപ്പോൾ സംസ്കാരമൊന്നും വലുതായിട്ട് കണ്ടില്ല. അങ്ങനെ അബ്രഹാം ഇറങ്ങിയത്. അബ്രഹാമിന്റെ വിളിയെ പരാമർശിക്കുന്ന കാര്യമാണ് ഓർപ്പിച്ചത്. അങ്ങനെ അബ്രഹാം വിളി കേട്ടിറങ്ങി. ആ അബ്രഹാമിനോട് ദൈവം പറഞ്ഞ കാര്യമാണ് 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിച്ചേ. 12:1. യഹോവ അബ്രാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ നീ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടു പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക. 3 കാര്യം ദൈവം പറഞ്ഞു. ദേശം, ചാർച്ച, പിതൃഭവനം വിടണം. ഇതെവിടെ വെച്ചാ ദൈവം പറയുന്നത്? ആ ഭാഗം പഠിക്കുമ്പോൾ ഹാരാനി വെച്ച് പറയുന്നതായിട്ടാണ് കാണുന്നത്. ആ 11-ന്റെ ഒടുവിൽ വായിച്ചേ. തേരഹിന്റെ ആയുഷ്കാലം 205 സംവത്സരമായിരുന്നു. തേരഹ് ഹാരാനിൽ വെച്ച് മരിച്ചു. അങ്ങനെ 11-ാം അധ്യായം തീരുക. ഉടനെ 12-ാം അധ്യായത്തിൽ ദൈവം പറയുക, നീ ദേശവും ചാർച്ചയും പിതൃഭവനോ വിടണം. അപ്പൊ ഇതെവിടെ വെച്ചാ പറയാനേ? ഹാരാനി വെച്ചാ. അബ്രഹാമിനെ പറ്റി വേദപുസ്തകത്തിൽ ആദ്യം കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 11-ന്റെ 26 വായിച്ച്. 26. തേരഹിന് 70 വയസ്സായപ്പോൾ അവൻ അബ്രാം, നാഹോർ, ഹാരാൻ എന്നിവരെ ജനിപ്പിച്ചു. വേദപുസ്തകത്തിൽ ആദ്യമായിട്ട് അബ്രാം എന്ന പരാമർശം കാണുന്നത് ഉൽപ്പത്തി 11-26. ഈ അബ്രഹാമിനെ ദൈവം വിളിച്ചു 12-1 കാണുന്നു. അപ്പോൾ തന്നെ അബ്രഹാമിനെ പറ്റിയുള്ള ചരിത്രമാണ് 11-ന്റെ 27 വായിര്. തേരഹിന്റെ വംശാവലി. തേരഹിന്റെ വംശപാരമ്പര്യമാവിത്. തേരഹ് അബ്രാമിനെയും നാഗോറിനെയും ഹാരാനും ജനിപ്പിച്ചു. ഹാരാൻ ലോത്തിനെ ജനിപ്പിച്ചു. എന്നാൽ ഹാരാൻ തന്റെ ജന്മദേശത്ത് വെച്ച് കൽദയരുടെ ഒരു പട്ടണമായ ഊരി വെച്ച് തന്റെ അപ്പനാകുന്ന തേരഹിന് മുന്നേ മരിച്ചുപോയി. അബ്രാമും നാഗോറും ഭാര്യമാരെ എടുത്തു. അബ്രാമിന്റെ ഭാര്യയ്ക്ക് സാറ എന്നും നാഗോറിന്റെ ഭാര്യയ്ക്ക് മിൽക്ക എന്നും പേർ. അടുത്തത്, ഇവൾ മിൽക്കായുടെയും ഇസ്കായുടെയും അപ്പനായ ഹാരാന്റെ മകൾ തന്നെ. അടുത്തത് തന്നെ, സന്തതി ഉണ്ടായിരുന്നില്ല. അടുത്ത തേരഹ് തന്റെ മകനായ അബ്രാമിനെയും ഹാരാന്റെ പൗത്രൻ തന്റെ പൗത്രൻ ലോത്തിനെയും തന്റെ മകനായ അബ്രഹാമിന്റെ ഭാര്യയായി മരുമകളാകുന്ന സാറായം കൂട്ടിക്കൊണ്ട് കൽദയരുടെ ഒരു പട്ടണമായ ഊരിൽ നിന്ന് കനാൻ ദേശത്തേക്ക് യാത്രയാകുവാൻ പുറപ്പെട്ടു. അങ്ങനെ അവർ ഹാരാൻ വരെ വന്നവിടെ പാർത്തു. തേരഹിന്റെ ആയുഷ്കാലം 205 സംവത്സരം. തേരഹ് ഹാരാന് വെച്ചു മരിച്ചു. ഇതാണ് ആ ചരിത്രം. അപ്പോൾ അബ്രഹാമിനെ ദൈവം വിളിച്ചു. അബ്രഹാം വിളി കേട്ടിറങ്ങി. ചരിത്രമാണ്. 12-ാം അധ്യായത്തിൽ ദൈവം പറഞ്ഞു 3 കാര്യം വിടണം. ദേശം, ചാർച്ച, പിതൃഭവനം. 3 കാര്യം വിടണം. ദേശവും ചാർച്ചയും. അപ്പൊ ഇത് ഉൽപ്പത്തി പുസ്തകം 12 പഠിക്കുമ്പോൾ ഹാരാനി വെച്ച് ഇടപെട്ടെന്നാ കാണുന്നത്. കാരണം 11-ന്റെ ഒടുവിൽ ഹാരാനി വന്നെന്നാ. അപ്പൊ ഹാരാനി വെച്ച്, പക്ഷെ ഹാരാനി വെച്ച് ഇടപെട്ടെങ്കിലും ഹാരാനി വരുന്നതിന് മുന്നമേ ദൈവം ഇടപെട്ടതാ. വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിന്റെ 1-2. ഇതെല്ലാം നമുക്ക് അറിവുള്ള വാക്യമാണ്, ഞാനൊന്ന് ഓർപ്പിക്കുന്നതേ ഉള്ളൂ. വായിച്ചേ. ഇത് ഉള്ളത് തന്നെയോ എന്ന് മഹാപുരോഗമെന്ന് ചോദിച്ചെന്ന് അവൻ പറഞ്ഞത്, സഹോദരന്മാരും പിതാക്കന്മാരുമായുള്ള പുരുഷന്മാരെ കേട്ടുകൊള്ളുവിൻ. നമ്മുടെ പിതാവായ അബ്രാം പണ്ട് ഹാരാനി വന്ന് പാർക്കുന്നതിന് മുമ്പ് മെസൊപ്പൊത്താമിയയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി. ശ്രദ്ധിച്ചേ. ഇതുള്ളത് തന്നെയോ എന്ന് മഹാപുരോഗതൻ ചോദിച്ചത് അവൻ പറഞ്ഞ, സഹോദരന്മാരും പിതാക്കന്മാരുമായുള്ള പുരുഷന്മാരെ കേട്ടുകൊള്ളുവിൻ. നമ്മുടെ പിതാവായ അബ്രാം ഹാരാനി വന്ന് പാർക്കുന്നതിന് മുമ്പ്. ഉൽപ്പത്തി 11-12 പഠിക്കുമ്പോൾ ഹാരാനി വെച്ച് ഇടപെട്ടതായിട്ടാണ് കണ്ടത്. പക്ഷെ സ്തേഫാനോസ് പറഞ്ഞത് ഹാരാനി വന്ന് പാർക്കുന്നതിന് മുമ്പ്. അതെവിടാന്നും പറഞ്ഞിട്ട് മെസൊപ്പൊത്താമിയയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി. അപ്പോൾ മെസൊപ്പൊത്താമിയയിൽ വെച്ച് ദൈവം പ്രത്യക്ഷപ്പെട്ടു. പറഞ്ഞു 3 കാര്യം വിടാൻ. എന്നാൽ ഹാരാനി വന്നപ്പോൾ പിന്നെയും വിടാൻ പറയാൻ കാര്യം 3 കാര്യം വിടാൻ പറഞ്ഞു. പുള്ളി ഇതെല്ലാം ഒന്നും വിട്ടില്ല. ആ ഭാഗം ശരിക്കും പഠിച്ചാൽ 2 കാര്യം വിട്ടു, 1 കാര്യം വിട്ടില്ല. വിട്ടത് ഏതൊക്കെയാണ്? ദേശവും പിതൃഭവനവും. ചാർച്ചക്കാരുടെ പ്രതിനിധിയായിട്ടാണ് ലോത്ത് കൂടെ നിൽക്കുന്നത്. ലോത്ത് കൂടെ തന്നെയല്ല, ഈ അബ്രഹാമിനെ നിങ്ങളെ ശരിക്കും ഭാഗം പഠിച്ചാൽ അറിയാം. അബ്രഹാമിനെ ദൈവം വിളിച്ച് വേർതിരിച്ചു. വിളി കേട്ടത് അബ്രഹാമാ, ദൈവശബ്ദം കേട്ടതും അബ്രഹാമാ, ദൈവം ഇടപെട്ടതും അബ്രഹാമിനോടാണ്. അബ്രഹാമ യാത്ര പുറപ്പെട്ടത്. പക്ഷേ യാത്ര ആരംഭിച്ചെങ്കിലും അബ്രഹാമിനും ആ ദൈവം വിളിച്ചെങ്കിലും ലീഡ് ചെയ്യുന്നത് തേരഹ.
ലീഡ് ചെയ്യുന്നത്. ചില സഭയൊക്കെ വിളിച്ചവൻ മിണ്ടാതിരിക്കുക, വിളിക്കാത്തവൻ കയറി. പാസ്റ്ററെ ആ ദൈവം വിളിച്ചത്, പക്ഷേ അമ്മാമ്മയാ ലീഡിങ്. ചില സഭയെ പാസ്റ്ററെ ആ ദൈവം വിളിച്ചത്, പക്ഷെ നിയന്ത്രിക്കുന്നത് സെക്രട്ടറിയാ. വിളിയില്ലാത്തവനെല്ലാം ഇത് ലീഡ് ചെയ്യാൻ തുടങ്ങി. ഞാൻ തെളിയിക്കാം. നിങ്ങൾ ദിവസം വായിച്ച് ആ 11-ാം അധ്യായത്തിൻ്റെ ലീഡ് ചെയ്യുന്നത് 26 മുതലൊന്ന് വായിച്ച്. 26 ആ 11-ന്റെ ഈ ഭാഗം മുതൽ വായിച്ച്. എന്നാൽ ഹാരാൻ തന്റെ ജന്മദേശത്ത് വെച്ച് കൽദയുടെ ഒരു പട്ടണമായ ഒരു പട്ടണമായ ഊരി വെച്ച് തന്റെ അപ്പനായ തേരകിന് മുൻപേ മരിച്ചുപോയി. അബ്രാമും നാഹോരും ഭാര്യമാരെ എടുത്തു. അബ്രാമിന്റെ ഭാര്യയ്ക്ക് സാറായി എന്നും നാഹോരിന്റെ ഭാര്യയ്ക്ക് മിൽക്ക എന്നും പേർ. ഇവൾ മിൽക്കായുടെ ഇസ്കായുടെ അപ്പനായ ഹാരാന്റെ മകൾ തന്നെ. സാറായി മച്ചിയായിരുന്നു, അവൾക്ക് സന്തതി ഉണ്ടായിരുന്നില്ല. തേരക് തന്റെ മകനായ അബ്രാമിനെയും ഹാരാന്റെ മകനായ തന്റെ പൗത്രൻ ലോത്തിനെയും തന്റെ മകനായ അബ്രാമിന്റെ ഭാര്യയായ മരുമകളാകുന്ന സാറായെ കൂട്ടി. അപ്പൊ ആരെയൊക്കെ കൂട്ടി? ലോത്തിനെ കൂട്ടി. ലോത്തിന്റെ ഭാര്യയോ? അബ്രാമിന്റെ ഭാര്യ തേരകിന്റെ മരുമകൾ സാറ. അപ്പൊ തേരക് ലോത്തിനെ കൂട്ടി, സാറായിയെ കൂട്ടി. പിന്നെ എന്നെ നോക്കാൻ അങ്ങോട്ട് നോക്ക്. എന്നെ നോക്കിയോണ്ടല്ലേ തെറ്റിയത്? എവിടാന്നോ? ഒന്നുകൂടെ വാക്യം വായിച്ചേ. തേരക് തന്റെ മകനായ അബ്രാമിനെയും. അങ്ങനെ പറ. അപ്പൊ തേരക് തന്റെ മകനായ അബ്രാം, പിന്നെ ഹാരാന്റെ മകനായ തന്റെ പൗത്രൻ ലോത്ത്, പിന്നെ മരുമകളാകുന്ന സാറായെ കൂട്ടി കൽദയുടെ പട്ടണമായ ഊരിൽ നിന്ന് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടു. ഈ വാക്യം മാത്രം പഠിച്ച കനാനിലോട്ട് പോകുന്നത് ആരാ? തേരകാന്ന് പോകും. ഈ വാക്യം മാത്രം പഠിച്ചവർക്ക് തേരകനെ ആ ദൈവം വിളിച്ചത്. അപ്പൊ തേരക് പറഞ്ഞു, വാടാ മോനെ അവറാച്ച നീയമ്മ, നിന്റെ പെമ്പള ഹാറാമേ വിളിക്കും. ഉടനെ പറഞ്ഞു, മോനുണ്ട് ആരാ? ലോത്ത്, വാ നീയമ്മ. 3 എണ്ണത്തിനും കൂടെ പറക്കി തേരക് പോവുക കനാനിലോട്ട്. വിളിച്ചത് ആരെയാ? അബ്രാമിനെയാ. ആരാ വിളിച്ചത്? നന്നായിട്ട് പറ. മുമ്പേ വായിച്ച വാക്യത്തിന്റെ വെളിച്ചത്തിൽ പറ. അങ്ങനൊന്നും പറഞ്ഞാൽ ഒക്കത്തില്ല. സർവശക്തി അങ്ങനൊന്നും ഉറക്കെ പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കുമെന്നാണോ? തേജോമയനായ ദൈവം, സ്തോത്രം. വിളിച്ചത് ആശാരിപദേശി പറയുന്നൊരു പദം കിടക്കുക, നിന്നെ വിളിച്ചത് ആപ്പയും ഊപ്പയും ദൈവമല്ല. കൊങ്ങായിക്ക് പിടിക്കുന്ന പുള്ളിയെ ചെന്ന് പിടിക്കട്ടെ. പുള്ളിയെ പിടിക്കണമെങ്കിൽ ഇച്ചിരി പുള്ളി ദൈവസന്നിധിയില്ല. തേജോമയനായ ദൈവം അബ്രാമിനെ വിളിച്ചേ. അപ്പോൾ അബ്രഹാമിനെ ദൈവം വിളിച്ചതാ. പക്ഷെ ഈ 11-ാം അധ്യായം പഠിച്ചാൽ ലീഡ് ചെയ്യുന്നത് ആരാ? തേരകനെ ദൈവം വിളിച്ചാന്നോ? അല്ല. വിളിക്കാത്തവനെല്ലാം കയറി സഭ ഭരിക്കാൻ തുടങ്ങി. അതിലെ സഭകളിൽ പ്രശ്നം. ഞാൻ പറയുന്ന കാര്യം മനസ്സിലാകുന്നുണ്ടോ? പിന്നെ യാതൊരു പ്രതികരണവും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുന്നു. എന്തെങ്കിലും ഒരു പ്രതികരണം വേണ്ട. ഒന്നേ എന്നോടെങ്കിലും ഒന്ന് പ്രതികരിക്കണ്ടേ? സ്തോത്രം. വിളിയില്ലാത്ത ഒത്തിരി എണ്ണം ഉപദേശമാരായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതാ പ്രശ്നങ്ങൾ. രക്ഷിക്കപ്പെടാത്ത ഒത്തിരി എണ്ണം ഇതിനകത്ത് കയറി സഭയുടെ ചുമതല വഹിക്കാൻ തുടങ്ങി. സെക്രട്ടറിയായും കമ്മിറ്റിയായും കൗൺസിൽ മെമ്പറായും. ഇവൻ രക്ഷിക്കപ്പെട്ടത് പോലുമല്ല. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്നാന്ന് പോലും അവന്. നമ്മളുടനെ കൺവെൻഷനൊക്കെ പറയും നമ്മുടെ കൗൺസിൽ മെമ്പർ ഇവന് പുസ്തകക്രമം അറിയുന്നവനല്ല. അവനോട് പറയണം നഹൂം പ്രവചനം വായിക്കടാന്ന് പറയണം. അവൻ താപ്പി ഊപ്പാട് വരും.
വിളിയില്ലാത്ത ധാരാളം ആൾക്കാർ ഇത് ലീഡ് ചെയ്യാൻ തുടങ്ങി. അതാ പ്രശ്നം. എൻ്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗത്ത് അധികം നിൽക്കുന്നില്ല. അപ്പൊ ദൈവത്തിന് മനസ്സിലായി അവറാച്ചനോട് ഇനിയും കാര്യം പറഞ്ഞില്ലെങ്കിൽ അവസാനം ഈ വലിയ മൂപ്പിലെ ആയിരിക്കും അവറാച്ചനെ ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് ദൈവം 12-ാം അധ്യായത്തിൽ പറഞ്ഞത്, നീ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃമരുത്തെയും വിടാൻ പറഞ്ഞു. ലോത്ത് കൂടെ നിൽക്കുക. തേരഹ് അതിനു മുന്നേ മരിച്ചു. ഇങ്ങനെ അബ്രഹാം ദൈവത്തിന്റെ വിളി കേട്ടിറങ്ങി. ആട്ടെ, കർത്താവിന്റെ വേലയ്ക്ക് വിളിയുള്ളവർ വേണം. ആ വേല വിശേഷിച്ച് ഇടയ ശുശ്രൂഷ ചെയ്യുന്നവർ അതിന് പക്വതയും തന്മയത്വവും സമർപ്പണമുള്ളവർ വേണം അത് ചെയ്യാൻ. ഇല്ല, പ്രശ്നമാണ്. സ്തോത്രം. പ്രശ്നമുണ്ടാകും. ദൈവം ഏത് ശുശ്രൂഷയാണ് ഏൽപ്പിച്ചത്, ആ ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്തോണം. ഏൽപ്പിക്കാത്ത ശുശ്രൂഷ ചെയ്താൽ പ്രശ്നമാകും. നിങ്ങളെല്ലാ മേഖലയെടുത്തെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ദൈവ ശുശ്രൂഷ തന്നിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന ആർക്കും കൃപയില്ലാത്തവരില്ല. സകല ആൾക്കാർക്കും കൃപയുണ്ട്. അപ്പോൾ നിങ്ങളിൽ എന്തോ കൃപയാണ് ദൈവം തന്നിരിക്കുന്നത് മനസ്സിലാക്കി അതിനെപ്പറ്റി ബോധ്യപ്പെട്ടിട്ട് ആ കാര്യത്തിൽ വിശ്വസ്തരായി നിന്നോണം. ഇടയ ശുശ്രൂഷയ്ക്കാണോ ദൈവം നിന്നെ വിളിച്ചത്, അത് വിശ്വസ്തയോടെ ചെയ്തോണം. ബൈബിൾ ക്ലാസ് എടുക്കാനാണോ ഉപദേഷ്ടാവായിട്ട്, അത് ചെയ്തോണം. ടീച്ചർ ഒരു ഇവാഞ്ചലിസ്റ്റ് ആയിട്ടാണോ ദൈവം വിളിച്ചത്, അത് വിശ്വസ്തയോടെ ചെയ്തോണം. സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ദൈവം ശുശ്രൂഷ തന്നിട്ടുണ്ട്. എല്ലാവർക്കും ഉണ്ട്. പക്ഷേ നമ്മളെ ഏൽപ്പിക്കാത്ത കാര്യം ചെയ്യുമ്പോഴാ പ്രശ്നം ഉണ്ടാകും. ആട്ടെ, ഞാൻ വിവരിക്കുന്നില്ല. അബ്രഹാം ദൈവത്തിന്റെ വിളി കേട്ടിറങ്ങി. ഈ 12-ാം അധ്യായത്തിൽ ദൈവം പറഞ്ഞു, ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃമരുത്തെയും വിട്ടു പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന. അങ്ങനെ അബ്രഹാം ഇറങ്ങി. ഓടിച്ചു പറയാം, നമ്മളെ എടുത്ത സർവശക്തിയുള്ള ദൈവമെന്ന് പറയാൻ കാര്യം എന്നായി പറഞ്ഞു വരുന്നത്. വിളി കേട്ടിറങ്ങി അബ്രഹാം ദൈവത്തിൻ്റെ വിളി കേട്ടെങ്കിലും ഇറങ്ങിത്തിരിച്ചെങ്കിൽ പ്രാരംഭത്തിൽ നല്ല തീക്ഷണതയൊക്കെ ആയിരുന്നെങ്കിലും ഇടയ്ക്ക് അവറാച്ചനൊരു അക്കടി പറ്റി. ചെറിയതല്ല, വലിയ അക്കടിയാണ് പറ്റിയത്. അബ്രഹാം ഈ വിളി കേട്ടിറങ്ങി കനാലിലേക്ക് പോകാനായി ഇറങ്ങിയെങ്കിൽ അബ്രഹാം ഇടയ്ക്ക് ക്ഷാമം വന്നപ്പം മിസ്രയീമിൽ പോയി. 13:12 വായിച്ച 12:10. ദേശത്ത് ക്ഷാമമുണ്ടായി. ദേശത്ത് ക്ഷാമം കഠിനമായി തീർന്നത് കൊണ്ട് അബ്രഹാം മിസ്രയീമിൽ ചെന്ന് പാർപ്പാൻ അവിടേക്ക് പോയി. അബ്രഹാം നേരെ മിസ്രയീമിലോട്ട് പോയി. അത് അപാകതയാ, പോകരുതായിരുന്നു. ദേശത്ത് ക്ഷാമം വന്നപ്പോൾ അബ്രഹാം നേരെ മിസ്രയീമിൽ പോയി. മിസ്രയീമിൽ പോകരുതായിരുന്നു. കാരണം പ്രശ്നം വന്നപ്പോൾ ദൈവത്തോട് ആലോചന ചോദിക്കണം. കനാലിലോട്ടല്ലേ പോകാൻ ഇറങ്ങിയത്, പിന്നെന്തിനാ മിസ്രയീമിലോട്ട് പോകുന്നത്? അബ്രഹാം നേരെ മിസ്രയീമിൽ പോയി. അത് അപാകതയാണ്. എന്നാൽ സംഭവം പിന്നീടാണെങ്കിലും വേറെ പുസ്തകം പഠിക്കുന്നവർക്കറിയാം, അബ്രഹാമിൻ്റെ കാലത്തുണ്ടായ ക്ഷാമം പോലെ ഇസഹാക്കിൻ്റെ കാലത്തും ഇസഹാക്കിൻ്റെ കാലത്ത് ക്ഷാമം ഉണ്ടായപ്പോൾ ഇസഹാക്ക് എങ്ങോട്ട് ഓടിയില്ല. ഇസഹാക്ക് ദൈവത്തോട് ആലോചന ചോദിച്ചു, കർത്താവേ, ഞാൻ മിസ്രയീമിലോട്ട് ഒന്ന് പൊക്കോട്ടെ. തമ്പുരാൻ പറഞ്ഞ്, പോകരുത്, നിൻ്റെ അപ്പൻ അവറാച്ചൻ പോയതിൻ്റെ കെടുതി ഇതുവരെ തീർന്നിട്ടില്ല. നിങ്ങൾ വേറെ പുസ്തകം മൊത്തം പഠിച്ച് അബ്രഹാം ഒരൊറ്റ പോക്ക് പോയതാ മിസ്രയീമിലോട്ട്. ആ പോക്കിനല്ലേ തളയെ കിട്ടിയത് ഏതാ? ഹാഗാറിനെ അവിടെ വെച്ച് കിട്ടിയതാ. സെർവൻ്റായിട്ട് കൊണ്ടുവന്ന, കാരണം സാറാമ്മയ്ക്ക് ഒരു ഹെൽപ്പിന് കൊണ്ടുവന്നതാണ്. അവസാനം ഒട്ടകത്തിന് ഇട കൊടുത്ത പോലായി. സ്തോത്രം. നിങ്ങൾക്ക് വേറെ പുസ്തകം വായിക്കുന്നവർക്കറിയാം. അവസാനം സാറാമ്മ തന്നെ അബ്രഹാമിനോട് പറഞ്ഞു, ആ ഭാഗത്തേക്ക് ഞാൻ വരുന്നുണ്ട്, ഒരു കുട്ടിയുണ്ടായി ഹാഗറിൽ കൂടി, ഇഷ്മായേൽ. അവനെപ്പറ്റി എഴുതിയിരിക്കുന്നത് കാട്ടുകഴുത പോലാന്ന്. കഴുതയ്ക്കോ ബോധമുള്ളതല്ല, അപ്പം പിന്നെ കാട്ടുകഴുതയോ? അവനെപ്പറ്റി എഴുതിയിരിക്കുന്ന സഹോദരന്മാർക്ക് എതിരെ മാർക്ക് വന്ന മുഴുവനും എതിരാ അല്ലേ? മുഴുവൻ അതൊന്നും ഇപ്പോൾ ഇത് പിടിക്കുന്നുണ്ടെന്നും പറയാനൊക്കത്തില്ല. മുഴുവൻ എതിരാ. നമ്മൾ ചെയ്യുന്നതിന് നേരെ അതാ എതിരാ. തന്നെയല്ല, അവനെപ്പറ്റി വായിക്കുന്ന അവനെ കത്തി കൊണ്ട് ഉപജീവിക്കുമെന്ന ആയുധവേ.
അതിന് പേര് തന്നെ ഉണ്ട്. അതാ സ്തോത്രം. ഞാൻ നമ്പിയിരിക്കുന്നില്ല. പ്രശ്നം ഈ യാത്ര ചെയ്യുന്നവരോട് ചോദിച്ചേ, എയർപോർട്ടിലൊക്കെ കയറി എന്തോ പ്രശ്നമാണെന്നറിയാവോ? നമ്മളൊരു ബാഗുമായിട്ട് കൊണ്ടുപോയി എത്ര സ്ഥലത്തിട്ട് തുറന്നും പിടിച്ചും നോക്കിയും സ്കാൻ ചെയ്തും അതിനകത്തൂടെ അങ്ങോട്ട് തള്ളിവിട്ട് നമ്മളപ്പുറം ഇറങ്ങുമ്പോൾ അവർ പറയും ഒന്നുകൂടെ പുറകോട്ടിറങ്ങാൻ പറയും, പിന്നെയും പുറകോട്ടിറങ്ങി വീണ്ടും അതിനകത്തൂടെ നമ്മളാ കൊണ്ടുവന്ന അരിയുണ്ട് ഇച്ചിരി അച്ചപ്പവും. അച്ചപ്പം അന്നേ പൊടിഞ്ഞ് ഇനി അവിടെ ചെല്ലുമ്പോൾ അത് ഭസ്മമായി അങ്ങ് ചെല്ലുമ്പം പിന്നെ എണ്ണ അധികമില്ലാതെ അമ്മ നെല്ലിക്ക അച്ചാറിട്ട് തന്നു. ഇതൊക്കെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. എന്നാൽ വേറെ ചെല്ലുന്ന നെല്ലിക്ക അച്ചാറിട്ടാണ് കൊണ്ടുപോകുന്നത്. പത്രത്തിൽ വായിക്കുന്നില്ലേ? സ്വർണ്ണ ബിസ്ക്കറ്റ് വയറ്റിനകത്ത് വെച്ചുകൊണ്ട് വരുന്നു. നിങ്ങൾ ഇവിടുന്ന് പേപ്പർ ഒന്നും വരുന്നേ ഇല്ലെന്ന് തോന്നുന്നു. പേപ്പറിൽ കാണുന്നതല്ലേ? നമ്മൾ കൊണ്ടുപോകുന്ന അച്ചാറ്, മറ്റവൻ കൊണ്ടുപോകുന്നത് അവനെ നമ്മളെ ഒരേ തുലാസിലാണ് തൂക്കി പരിശോധിക്കുന്നത്. എന്ത് സ്വസ്ഥത കെടുകല്ലേ? അപ്പം അബ്രഹാമിൻ്റെ കാലത്തുണ്ടായ ക്ഷാമം ഇസഹാക്കിൻ്റെ കാലത്ത് വന്നപ്പോൾ ഇസഹാക്ക് ദൈവത്തോട് ആലോചന ചോദിച്ചു, കർത്താവേ ഞാൻ പൊക്കോട്ടെ. തമ്പുരാൻ പറഞ്ഞു പോകണ്ട, നീ ഇവിടെ നിൽക്ക്. നിൻ്റെ അപ്പൻ അവറാച്ചൻ പോയതിൻ്റെ ക്ഷീണം ഇതുവരെ തീർന്നിട്ടില്ല, നീ പോകരുത്. അപ്പോൾ ഇസഹാക്ക് പറഞ്ഞു, ഞാൻ പോകാതിരുന്ന ഒന്നും ചാകത്തൊന്നുമില്ല, നീ അങ്ങ് ബെതച്ചോളാൻ പറഞ്ഞു. നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ഇസഹാക്ക് ആ ആണ്ടിൽ ദേശത്ത് ബെതച്ചു. അടുത്ത വാക്യമുണ്ട് 100 മേനി. അതിൻ്റെ ആത്മീയ പാഠം ഇത്രയേ ഉള്ളൂ. പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവത്തോട് ആലോചന ചോദിക്കണം. ആലോചന ചോദിക്കുമ്പോൾ ദൈവം നിനക്ക് അരുളപ്പാട് തരും. അരുളപ്പാട് കേട്ടാ പോരാ, കേൾക്കുന്ന അരുളപ്പാട് അനുസരിക്കണം. അങ്ങനെ അനുസരിച്ചാൽ നീ ഉദ്ദേശിക്കാത്ത നന്മയും വഴിയും ദൈവം ഒരുക്കും. ഇത് ഓർഡറാണ്. പ്രശ്നങ്ങൾ വരുമ്പോൾ വെപ്രാളം പിടിക്കരുത്, ദൈവത്തോട് ചോദിക്കണം. ഞാനിങ്ങനെ പറയാം, രോഗങ്ങളൊക്കെ വരുമ്പോഴേ ചോദിക്കണം, കർത്താവ് ഈ രോഗം വരാൻ കാര്യം തന്നെ. ദൈവം പറയും, ഒന്നെങ്കിൽ ആട്ടെ ലില്ലിക്കുട്ടി ക്ലൈമറ്റ് മാറിയതാ, അല്ലെങ്കിൽ നീ കഴിച്ച ഭക്ഷണത്തിൻ്റെയാ, അതല്ലെങ്കിൽ ഉണ്ടല്ലോ ശരീരത്തിൻ്റെ പ്രയാസം കൊണ്ടാണ്. ഇതൊന്നും വലിയ ദൈവം പറയും, നീ കഴിഞ്ഞ ആഴ്ച ചെയ്ത പാപത്തിൻ്റെ ശിക്ഷയാ. ദൈവം പറയും. അപ്പം അതിന് പരിഹാരവും പറഞ്ഞു തരും. അതനുസരിച്ചാ വിടുതലുവാ. അപ്പൊ പ്രശ്നങ്ങൾ വരുമ്പോൾ നെട്ടോട്ടം ഓടരുത്. അവർ കൂടോത്രം ചെയ്തതാ, ഇവർ അമ്മാമ്മ അല്ലല്ലോ അവർ ഞങ്ങൾക്കെതിരെ, പിന്നെ ഓത്രം പറയാത്തതിനൊക്കെതിരെ ആരെന്നാ ചെയ്യാന്? എന്നാ ചെയ്യാൻ? ആര് ചെയ്യാൻ? അതെ, ഇന്നാൾ ഒരാൾ വ്യക്തമായിട്ട് പറഞ്ഞു, ഞങ്ങളെ ഇവിടുന്ന് പറിച്ചു മാറ്റാൻ വേണ്ടി അവർ ഒരുത്തനായിട്ട് ചെയ്താണ് അവൻ അങ്ങ് അവിടെ നിന്ന് പോവാന്നു. അങ്ങനെ തന്നെ ആട്ടെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി പോയി ചെയ്യും കൂടോത്രം. പെട്ടെന്ന് കാര്യം അങ്ങ് കിടക്കുമല്ലോ. ഈ ഇത്രയും കണ്ട പട്ടാളക്കാർക്ക് ചെലവിനും കൊടുക്കണ്ട, തോക്കും പിടിച്ചോണ്ട് അതുങ്ങളും മഞ്ഞും വെയിലും വെള്ളം കൂടി എത്ര വീരമൂർത്തി വരിക്കുന്നു. നമ്മളിവിടെ നിന്ന് കൂടാത്രക്കാരനെ അങ്ങോട്ട് വിട്ടാൽ പോരെ? അവനോട് ചെന്ന് 2 കൂടോത്രം ചെയ്യുമ്പം പ്രശ്നം പരിഹരിക്കുകയല്ലേ? ചുമ്മാ ഊളത്തരമെല്ലാം കേട്ട് നീ കിടന്ന് കുറേ വട്ടന്മാർ മാസ്റ്റർമാരും പ്രവാചകന്മാർ വാട്ടുപിടിച്ചതൊക്കെ ഉണ്ട്. അവർ വന്ന് പറയും, അവർ ചെയ്തതാണ് അമ്മാമ്മയെ നിങ്ങൾ ഇവിടുന്ന് പറിച്ചു മാറ്റുവാൻ തക്കവണ്ണം. ചുമ്മാ വട്ടുപിടിച്ച ഒത്തിരി കേസുണ്ടെന്ന്. തിരുവചനം പഠിപ്പിക്കുന്നത് നിനക്ക് വിരോധമായിട്ടുണ്ടാക്കുന്ന ഒരു ആയുധവും ഫലിക്കത്തില്ല. ഒരു സൈന്യം നിനക്ക് നേരെ പാളയം ഇറങ്ങിയാലും നീ നിർഭയമായിട്ടിരിക്കും. ശത്രു ഒരു വഴി വരും, 7 വഴി ചെതറിപ്പോകും. തേനീച്ച പോലെ വരും, മുൾത്തിയെ പോലെ ദൈവം കെടുത്തും. ഒരനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല. ഒരു ബാരകം നിന്റെ കൂടാരത്തിലെടുക്കത്തില്ല. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കത്തില്ല. രാത്രിയിലെ ഭയത്തെയും പകൽ പരക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലച്ചത്ത് 10,000 പേര് വീഴും, നിനക്കൊരു ദോഷവും വരികയില്ല.
യഹോവ ഒരു ദോഷവും തട്ടാനുമെന്ന് നിന്നെ പരിപാലിക്കും. സ്തോത്രം, സ്തോത്രം. കാരണം നാം കർത്താവിൻ്റെ ഉള്ളം കയ്യിലായിരിക്കുന്നത്. അവിടുത്തെ കരത്തിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോകാൻ കഴിവുള്ള ഒരുത്തനുമില്ല. കരുത്തനാമവൻ കരത്തിനാൽ പിടിച്ചിരിക്കയാൽ ഒരുത്തനും പിടിച്ചുവർ പിരിക്കുവാൻ കഴിഞ്ഞിട. വിരുദ്ധമായി വരുന്നതും ഏതുമേ ഭയം നിട. വിരുദ്ധമായി വരുന്നതൊന്നും തുമേ ഭയം നിട. ഇതെന്തു ഭാഗ്യം യേശുനാഥനോടു, ഇതെന്തു ഭാഗ്യം യേശുനാഥൻ. അനാഥനല്ല ഞാനിനി അനുഗ്രഹാവകാശിയായി. അനാദി നിർണയ പ്രകാരം എന്നെയും വിളിക്കയാൽ. വിനാശമില്ലെനിക്കിനി അനാമയം വസിച്ചിടാ. വിനാശമില്ലെനിക്കിനി അനാമയം. എന്തോ ഭാഗ്യം യേശുനാഥനോടു, യേശുനാഥനോടു ചേർന്നു. അപ്പോൾ യഹോവ ഒരു ദോഷവും തട്ടാനവണ്ണം നിന്നെ പരിപാലിക്കും. ദൈവം നമ്മെ സൂക്ഷിക്കും. കർത്താവിൻ്റെ കയ്യിൽ നിന്ന് ആരും നിന്നെ പിടിച്ചു പറയുകയല്ല. അപ്പോൾ വിഷയം എത്രയേ ഉള്ളൂ, പ്രശ്നങ്ങൾ വരുമ്പോൾ നെട്ടോട്ടം ഓടരുത്, ദൈവത്തോട് ആലോചന ചോദിക്കണം. അപ്പോൾ ദൈവം ആലോചന തരും. ആലോചന കേട്ടാൽ പോരാ, അതനുസരിക്കണം. അതനുസരിച്ച് കഴിയുമ്പോൾ അവൻ അതിൻ്റെ വിടുതലും ഉണ്ടാകും. അപ്പൊ ശ്രദ്ധിക്കുക, പ്രശ്നങ്ങൾ വരുമ്പോൾ വെപ്രാളപ്പെടരുത്, ദൈവാലോചന ചോദിക്കണം. ഇസഹാക്ക് ആലോചന ചോദിച്ചു, ദൈവം ആലോചന കൊടുത്തു, ആലോചന അനുസരിച്ചു. ആ ആണ്ടി വിതച്ചു 100 മേനി വിളവ്. നിങ്ങൾ ഈ വേദപുസ്തകം മൊത്തം പഠിച്ചാൽ അതിന് മുമ്പ് ആരും വിതച്ചിട്ട് 100 മേനി കിട്ടിയിട്ടില്ല. അതിന് ശേഷം ഒത്തിരിയും വിതകാരുണ്ട്, ആർക്കും 100 മേനി കിട്ടിയിട്ടില്ല. ഇസഹാക്കിന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ശാപം കിട്ടിയ ഭൂമിയിൽ ആകെ കൂടെ 100 മേനി വിളവ് കിട്ടിയത് ഇസഹാക്കിന്. ഇതിനകത്തൊരു ആത്മീയ പാഠം പറയാം. ഇനി 100 മേനി വിളവ് കിട്ടുന്നൊരു സമയമുണ്ട്. അത് കർത്താവ് വന്ന് തിരുസഭയെ ചേർത്തതിന് ശേഷം തിരിച്ചിങ്ങോട്ട് വന്ന് ഇവിടെ ഒരു ഭരണമുണ്ട്. അന്നേരം ഈ ഭൂമിയുടെ ശാപം മാറും. ഇപ്പം ശാപം ഉള്ളത് കൊണ്ടാണ് 100 മേനി കിട്ടാത്തത്. ഈ ശാപം മാറ്റുമ്പോൾ 100 മേനി വിളവ് ഈ ഭൂമി തരും. ആ തരുമെന്നുള്ളതിന് തെളിവായി ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്തോത്രം. ഇങ്ങു ശാപം നിറഞ്ഞ ഭൂ, ഇങ്ങു ശാപം നിറഞ്ഞ ഭൂ നീങ്ങി പൂതു തായിടും മംഗളം. മംഗളമായി നീ വാഴും നമ്മളെല്ലാരും മംഗളം. അപ്പൊ ഈ ഭൂമിയുടെ ശാപം ദൈവം മാറ്റും. ഇങ്ങു ശാപം നിറഞ്ഞ ഭൂ, ഇങ്ങു ശാപം നിറഞ്ഞ ഭൂ നീങ്ങി പൂതു തായിടും മംഗളം. മംഗളമായി നീ വാഴും നമ്മളെല്ലാരും മംഗളം. മംഗളമായി നീ വാഴും നമ്മളെല്ലാരും മംഗളം. ഈ ഭൂമിയുടെ ശാപം മാറ്റും. അതിനൊരു തെളിവായി ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് ഓടിച്ചു പോകാം. ഇസഹാക്ക് ആ ആണ്ടി വധിച്ച് 100 മേനി വിളവ്. പക്ഷെ അബ്രഹാം ദൈവാലോചന ചോദിച്ചില്ല. അബ്രഹാം നേരെ മിസ്രൈമിലോട്ട് പോയി. ഓടിച്ചു പറയാൻ പോകുന്നതിന് മുന്നേ സാറാമ്മയോട് പറഞ്ഞു, സാറാമ്മയെ നമ്മൾ മിസ്രൈമിലോട്ട് പോവാന്ന് പറഞ്ഞു.
അപ്പോൾ സാറാൻ പറഞ്ഞു നമ്മൾ കനാനിൽ പോകാമെന്നും പറഞ്ഞാന്നല്ലോ അവിടുന്ന് ഇറങ്ങി അവിടെ വിട്ടതേ. മെസപ്പൊട്ടോമിയ വിട്ടത് കനാലിലോട്ട് പോകാമെന്നും പറഞ്ഞല്ലേ? അതെ. പിന്നെ ഇപ്പോൾ ഒരു റൂട്ട് മാറ്റം ഇല്ല, നമ്മൾ കനാനിൽ പോകും വയ മിസ്രയീം. വണ്ടിയിലൊക്കെ ബോർഡ് കാണുകയല്ലേ വയ. പിന്നെ അബ്രഹാം സാറാമ്മയോട് പറഞ്ഞു പിന്നെ ഒരു കാര്യം, നമ്മൾ മിസ്രയീമിൽ ചെല്ലുമ്പോൾ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം സാറാമ്മയോട്. അതെന്തുവാ? അവിടെ ചെല്ലുമ്പോൾ സിസ്റ്ററാന്നേ ഭാര്യയാണെന്നും. അയ്യോ നമ്മൾ പെന്തിക്കോസുകാരാ അങ്ങനെ കള്ളം. അതിനാരാ കള്ളം പറഞ്ഞത്? 20-ാം അധ്യായത്തിൽ പറഞ്ഞത് അവളെൻ്റെ അപ്പൻ്റെ മകളാണ്, പക്ഷേ എൻ്റെ അമ്മ പ്രസവിച്ചത് ചിലപ്പോൾ കള്ളവും ആയില്ല. ഇതെല്ലാം ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ്. അങ്ങനെ അവറാച്ചനും സാറാമ്മയും അഡ്ജസ്റ്റ്മെൻറ്റിൽ മിസ്രയീമിൽ താമസം. ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് ജീവിച്ചാൽ ഇഷ്ടം പോലെ സ്വത്തുണ്ടാക്കാം. അത് ആത്മീയത്തിലാന്നേലും രാഷ്ട്രീയത്തിലാന്നേലും ബിസിനസ്സിലാന്നേലും ഏത് രംഗം നിങ്ങളെടുത്തു, ഔദ്യോഗിക രംഗങ്ങളിലാന്നേലും അഡ്ജസ്റ്റ് ചെയ്താൽ കൈക്കൂലി മേടിക്കണ്ടെന്നേ ഉള്ളൂ. ട്രോ തുറന്നിട്ടാൽ മതി, അടഞ്ഞോളുമല്ലോ. മനസ്സിലായോ? അഡ്ജസ്റ്റ് ചെയ്യണം. ആത്മീകത്തിലും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താൽ ഇഷ്ടം പോലെ ഉണ്ടാകും, ഇഷ്ടം പോലെ ഉണ്ടാകും. സ്തോത്രം, സ്തോത്രം. കോടികൾ സമ്പാദിക്കാം. പക്ഷേ അഡ്ജസ്റ്റ്മെൻറ്റിൽ ശരിക്കും കാര്യം പറഞ്ഞാൽ ഒന്നും ഉണ്ടാവുകയില്ല. 10 രൂപ തരാൻ ഉദ്ദേശിക്കുന്നവനും കൂടെ ഉപദേശം ശരിക്ക് പറഞ്ഞാലേ ചിലയിടത്ത് തരാനുള്ളതിനോട് പിണങ്ങിപ്പോവും. അതേസമയം ഇച്ചിരി കുടിക്കാം, ഇച്ചിരി ഇടാം, ഇച്ചിരി ആടാം, പാടാം, കൂടാം, ചാടാം, എല്ലാം ഇച്ചിരി കണ്ടമാനമാകരുത്. അവിടെ ആളും കൂടും, നന്നായിട്ട് സ്വോത്ര കാഴ്ച നന്നായിട്ട് കിട്ടും. അബ്രഹാം സാറായും മിസ്രയീമിൽ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ച് ഇഷ്ടം പോലെ സ്വത്ത്. വായിച്ച 11:1, 13:1-2. ഇങ്ങനെ അബ്രാമും ഭാര്യയും അവനുള്ളതൊക്കെ അവനോട് കൂടെ ലോത്തും മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് തെക്കേ ദേശത്ത് വന്നു. കന്നുകാലി, വെള്ളി, പൊന്ന് എന്നീ വകയിൽ അബ്രാം ബഹുസമ്പന്നൻ. പട്ടിണി കൊണ്ട് പരുവം തട്ടി അങ്ങോട്ട് പോയത്. പക്ഷെ കുറേ വർഷം കഴിഞ്ഞ് അവിടെ നിന്ന് തിരിച്ചു വന്നപ്പം ബഹുസമ്പന്നൻ, ഇഷ്ടം പോലെ. ഇത് മിസ്രയീമിൽ നിന്ന് കിട്ടിയതാണ്. പക്ഷേ ഈ സമ്പത്ത് കണ്ടമാനം വന്നപ്പോൾ നമ്മളവർക്ക് സമ്പത്ത് കൂടുന്നത് സുഖമാണ്, മനോദുഃഖമാണ്. അതെ, കണ്ടമാനം കാശും സ്വത്തും വരുന്നത് സുഖമല്ല, ദുഃഖമാണ്. എനിക്കറിയാം ഇഷ്ടംപോലെ കാശുള്ള അപ്പനും അമ്മയുണ്ട്, പിള്ളേരാരും അന്വേഷിക്കുന്ന പോലുമില്ല. അതേസമയം കാശും പുത്തനും ഇല്ലാത്ത ചില അമ്മമാരുണ്ട്. ആകെ 4 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ, 3 പിള്ളേരും. പക്ഷെ ആ തള്ളേനെ നോക്കുന്നുണ്ട് അവർ. ആ തള്ളയെ വൃദ്ധസദനത്തിൽ വിട്ടിട്ടുമില്ല, ആശ്വാസവനെ കൊണ്ടെത്തിച്ചിട്ടും ഇല്ല. പക്ഷെ മറ്റേ തള്ള 2.5 ഏക്കർ വസ്തുവുള്ള തള്ള ആശ്വാസം ഇല്ലാതെ കിടക്കുക. ഞാൻ തമാശ പറഞ്ഞതല്ല. പിള്ളേരുടെ ഇടയിലും പ്രശ്നമാണ്. അവന് നല്ല സ്ഥലം കൊടുത്തു, എനിക്ക് 1/2 ഏക്കർ ഏതെന്നുള്ളൂ, ബേക്കുട്ടിക്ക് 3/4 ഏക്കർ കൊടുത്തു. അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തള്ളയെ നോക്കാൻ ആളുമില്ല. കണ്ടോ? അതേസമയം ഒന്നുമില്ലാത്ത അമ്മേനെ കൊച്ചുമക്കൾ ചിലപ്പോൾ കപ്പ പുഴുങ്ങിയതും മുളകുടച്ചതുമായിരിക്കും മതി, അത് കൊച്ചുങ്ങളും കഴിക്കും, ഒരു കഷ്ണം അമ്മയ്ക്കും കൊടുക്കും. പിന്നെ വീടുകളല്ലേ അഭിപ്രായ വ്യത്യാസമൊക്കെ കാണും. അതെല്ലാം ഇവിടെ ഇല്ലാത്ത ഒരു പ്രശ്നമില്ലാത്തൊരുന്ന് കൈ പൊക്കിക്കോ, ഒന്ന് കാണാനല്ല, ഇച്ചിരി അവരെ മുന്നോട്ട് നിർത്തിച്ച് എനിക്ക് ഇച്ചിരി കാര്യങ്ങൾ അറിയാനുണ്ട്. എവിടെ പ്രശ്നമില്ലാത്ത എല്ലായിടത്തും. അപ്പം ഈ സമ്പത്ത് കൂടുന്നത് സുഖമല്ല, ദുഃഖമുണ്ടാക്കും. നിങ്ങൾ ആ ഭാഗം പഠിച്ചാൽ അറിയാം. 13-ാം അധ്യായം അവിടെ വായിക്കുന്നത് സമ്പത്ത് കൂടിയാൽ ദുഃഖമാണ്, പ്രശ്നമാണ്, സമാധാനമല്ല. ഇങ്ങനെ അബ്രാമും ഭാര്യ അവനുള്ളതൊക്കെ അവനോട് കൂടെ ലോത്തും മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് തെക്കേ ദേശത്ത് വന്നു. കന്നുകാലി, വെള്ളി, പൊന്ന് എന്നീ വകയിൽ അബ്രാം ബഹുസമ്പന്നനായി. അടുത്ത വാക്യമായത് അവൻ തന്റെ യാത്രയിൽ തെക്ക് നിന്ന് ബേഥേൽ വരെയും. ഇനി താഴോട്ട് പഠിച്ചു വരുമ്പോൾ ഇങ്ങനൊരു പദമുണ്ട്, സമ്പത്ത് വളരെ ആയിരുന്നത് കൊണ്ട് അവർക്ക് ഒന്നിച്ച് പാർക്കാൻ മേലെന്ന്. ആ വാക്യം വായിച്ചേ. സമ്പത്ത് വളരെ ഉണ്ടായിരുന്നത് കൊണ്ട് ഒന്നിച്ച് പാർപ്പാൻ കഴിഞ്ഞില്ല. അപ്പൊ സമ്പത്ത് കൂടുന്നത് സുഖമാണോ ദുഃഖമാണോ? ദുഃഖമാണ്. കാശില്ലാഞ്ഞ സമയത്ത് അബ്രഹാമും സിസ്റ്റർ സാറാമേ, പിന്നെ മിസ്റ്റർ ലോത്തും മിസ്സിസ് ലോത്തും എല്ലാം ഒരു കൂടാരത്തിലാണ്, ഒരു വീട്ടിലാണ്. അന്നൊന്നുമില്ല.
അന്നൊന്നും ഒന്നുമില്ല. വിശ്വാസമാ കൈ മുതൽ. ഇപ്പൊ സമ്പത്ത് കണ്ടമാനം വന്നപ്പോൾ അവർക്ക് ഒന്നിച്ച് കണ്ടോ. നമ്മളും അങ്ങനല്ലേ. പണ്ട് ചെറ്റപ്പുരയായിരുന്നു. ചെറ്റപ്പുര ചാണകം ഇട്ട് മെഴുകിയ നിലന്തല്ലി കൊണ്ട് അടിച്ച് ഒതുക്കി. ഇവിടെ തിരുവനന്തപുരം ഭാഷ വ്യത്യാസം വന്നാലും കാര്യം മനസ്സിലാകുന്നുണ്ടല്ലോ. അത് മതി, അത്ര പറഞ്ഞാൽ മതി. ചാണകമൊക്കെ ഇട്ട് മെഴുകി ഒറ്റ വാതല, സമാഗമന കൂടാരം പോലെ. സമാഗമന കൂടാരത്തിന് ഒരു വാതലല്ലേ, എല്ലാവരും അതിലേക്കൂടെ കയറി ഇറങ്ങി. അത് ആനവായം വരെ എന്നാൽ ഞങ്ങളുടെ നാട്ടിലെ ഭാഷ, ഇവിടെ എങ്ങനെയാണെന്നറിയത്തില്ല. ആനവായം വരെ ഒറ്റ വാതിൽ, ഷെഡ് പോലെ. ഇവിടെ എന്നാ അതിന് പറയുന്നേ? എന്തേലും ആയിക്കോട്ടെ, മനസ്സിലാകുന്നുണ്ടോ? അതറിഞ്ഞാൽ മതി. അങ്ങേയറ്റത്ത് 3 കല്ല് വെച്ചൊരടുപ്പും, പിന്നെ അത്താഴം കഴിഞ്ഞല്ലേ പാട്ട് പാടി പ്രാർത്ഥിച്ച് അത്താൻ കഴിഞ്ഞേച്ച് വലിയ ചിക്കുവായോ പനമ്പോ എന്ന് പുറത്ത് എല്ലാവരും നേരം നിങ്ങൾ കിടക്കുക അല്ലേ. ബിരുദ് വന്നത് അങ്കച്ചനോടെ കിടപ്പുണ്ട്, വല്യമ്മ ഇങ്ങേ മൂലയിൽ. പിന്നെ ആദ്യം ഉറങ്ങിയ കൊച്ചുങ്ങളെ ആദ്യം ഇട്ട്, തമാശ ഒന്നും പറഞ്ഞതല്ല, പക്ഷെ നല്ല സുഖമാണ്. നൂഡിൽസ് ഒന്നും വന്നില്ലായിരുന്നു. അതൊക്കെ ഇപ്പോഴാണ് നമ്മൾ കാണാൻ വിര പോലെ തൂങ്ങി കിടന്ന് അവനെ മരിച്ച് വിര തിന്നെ പോലെ അവന്. ഇപ്പം ന്യൂഡിൽസ് വിരയാ, ന്യൂഡിൽസ്. കൊച്ചുനാൾ വലിയ ന്യൂഡിൽസ് കഴിച്ചിട്ടുണ്ടോ? കുഞ്ഞ് ഉപ്പയായിരുന്നപ്പോൾ ന്യൂഡിൽസ്. പിന്നെ നമ്മുടെ പണ്ടത്തെ ന്യൂഡിൽസ് ആയിരുന്നു ഇടിയപ്പം. അതിന് ഇവിടെ വേറെ പേരാ പറഞ്ഞത് തന്നെ, ഇടിയപ്പം തന്നെയാണ്. എങ്ങാണ്ട് നൂലപ്പം എന്ന് പറ, അതുകൊണ്ട് നമ്മുടെ നേരത്തെ ന്യൂഡിൽസാണ്. അത് പിഴിഞ്ഞ് ആരോഗ്യമുള്ള തള്ളയെ അത് ഉണ്ടാക്കുകയുള്ളു. വലിവിൻ്റെ അസുഖമുള്ള തള്ള പറയും ഇടിയപ്പം ഇല്ല കൊഴുക്കട്ട തരാമെന്ന് പറയാം. അവർക്കിത് പിഴിയാന്ന്. അപ്പം അന്ന് ചിലപ്പോൾ കഞ്ഞി മുള കുടച്ചതായിരിക്കും, പക്ഷെ നല്ല മനോസുഖവും സന്തോഷവും. ഒരു വീട്ടിലാണ് എല്ലാവരും കൂടെ കൂട്ടുകുടുംബം, നല്ല സന്തോഷമാണ്. ഇപ്പൊ സമ്പത്ത് കണ്ടമാനമായപ്പോൾ ഒന്നിച്ച് പാർക്കാൻ. അപ്പോൾ സാറാമ ഒരു ദിവസം അപ്പുറം വിളിച്ച് പറഞ്ഞു, ചായ ഒരു കാര്യം പറയാം. കാര്യം നമ്മൾ പെന്തിക്കോസ് വന്നപ്പോൾ നമുക്കൊന്നുമില്ലായിരുന്നു. ഇപ്പം അങ്ങനല്ല, പിള്ളേർ വിദേശത്തായി, നമുക്ക് ചുറ്റുപാട്, നമുക്കതുകൊണ്ട് നമ്മുടെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം. തന്നെയല്ല എനിക്ക് ഈ കുറച്ച് പ്രൈവസി ആവശ്യമാണ്. കാരണം ഇവിടെ കയ്യിലൊരു മൊബൈൽ ആരോ കൊടുത്തു, തോണ്ടുകയും മാന്തുകയും ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് പ്രൈവസി നന്നായിട്ട്. ഞാൻ പറയുന്ന കാര്യം മനസ്സിലാകുന്നുണ്ടോ? അമ്മാമ്മയുടെ കൊച്ചുനാൾ മൊബൈലുണ്ടായിരുന്നോ? യോടി എന്തായാലും ഒന്ന് പറ. ഉണ്ടായിരുന്നു മൊബൈൽ, കുഞ്ഞുനാളിൽ മൊബൈലുണ്ടായിരുന്നു. കുറഞ്ഞതൊരു മൊബൈൽ കാണാൻ തന്നെ 20 വർഷം അല്ലേ. ഇപ്പൊ പ്രൈവസി ആവശ്യമാണ്. കാരണം പല കോളുകളും വിളിക്കുന്നുണ്ട്, പല സമയത്ത് ആ വിളി. സ്തോത്രം. പണ്ട് മൊബൈലില്ല, വേറെ പുസ്തകമാണ്. അതിപ്പോൾ ആര് വായിച്ചാലും ഒരു പ്രശ്നവും. പക്ഷെ ഇപ്പം മൊബൈലുമായിട്ട് അങ്ങനെ ഇരിക്കാൻ പറ്റുമോ? ആരെങ്കിലും വരുമ്പോൾ നമ്മൾ തോണ്ടി അത് വേറെ കണ്ടതുകൊണ്ട് മാറ്റി ആണ് യഹോവ എൻ്റെ ഇടയനാകുന്ന എനിക്ക്. സമ്പത്ത് വർദ്ധിക്കുമ്പോൾ പ്രശ്നമാണ്. അവിടെ എല്ലാം വിവരിക്കുന്നില്ല. സമ്പത്ത് വർദ്ധിച്ചുകൊണ്ട് ഒന്നിച്ച് പാർക്കാൻ കഴിഞ്ഞില്ല. തന്നെ ഇടയന്മാര് തമ്മിൽ ശണ്ടയുണ്ടാക്കി. വായിച്ചേ. അബ്രാമിന്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും ലോത്തിന്റെ കന്നുകാലിയുടെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടായി. അപ്പൊ പിണക്കമായി ഒന്നിച്ച് പാർക്കാൻ പറ്റിയത് കാശ് കൂടിയപ്പോഴാ. അതാ അത് തന്നെ കാശ്. ഞാൻ കാശൊന്നും പച്ച മലയാളത്തിൽ പറഞ്ഞതേ ഉള്ളൂ. സമ്പത്ത് പ്രശ്നമാണ്. പ്രൈവസി. പണ്ട് ആനവായം വരാം, അതൊന്നും ഇപ്പോൾ ഒക്കത്തില്ല. ഇപ്പം ബെഡ്റൂം, അറ്റാച്ച്ഡ്, ബാൽക്കണി, വർക്ക് ഏരിയ. ഒരു വർക്കും നടക്കുന്നില്ലെന്നുള്ളതാ വേറൊരു പരമാർത്ഥം. സ്റ്റോർ റൂം, ഇതെല്ലാം ആവശ്യമാണ്. ഇത് കൂടിക്കഴിയുമ്പം ബുദ്ധിമുട്ടാണ്. സ്തോത്രം. പിന്നെ വീട് തൂക്കാനും തുടയ്ക്കാനും ആൾ വേണം. അപ്പോൾ ചിലപ്പോൾ സഹായം മുടങ്ങിയെന്നിരിക്കും. ഇടക്കൂട്ടത്തിന് വരാൻ. എന്നെ അമ്മാമ്മ ഞാൻ നമ്മുടെ ഉപവാസ പ്രാർത്ഥന തീരുന്ന എൻ്റെ മാസ്റ്ററെ വീട്ടിൽ ജോലി ചെയ്യുന്നൊരു സിസ്റ്റർ ഉണ്ടായിരുന്നു. അവൾ അന്നേരം ഞാൻ അവളെ മാത്രം ഏൽപ്പിച്ച് വെച്ച് വീടിട്ടേച്ച് എനിക്ക് വരാൻ ഒക്കുമോ? നേരത്തെ ആയിരുന്നല്ലോ, ഒറ്റപ്പരയായിരുന്നു, ഒരു കുഴപ്പമില്ല.
ഇപ്പം ഇത് കൂടിയപ്പോൾ പ്രഷർ. ഞാൻ അതിൻ്റെ ഒരു ദൃഷ്ടാന്തം പറഞ്ഞതാ. സ്തോത്രം. അച്ഛാനെ യോഗത്തിന് കണ്ടില്ലല്ലോ, അത് വണ്ടിക്ക് ഒരു ചെറിയ പണി. പക്ഷേ യോഗത്തിന് വരാൻ അങ്ങോട്ട് സ്റ്റാർട്ടാക്കിയപ്പം എരച്ചങ്ങ് നിൽക്കുന്നു. അപ്പം വണ്ടി കിട്ടിയതാ. നിൻ്റെ വണ്ടി കൊള്ളുകയില്ലെന്നോ വീട് വേണ്ടെന്നല്ല വാദം, നിന്റെ ആത്മീകത്തിന് ഭംഗം ഉണ്ടാക്കുന്നെന്ന്. നിങ്ങൾ ഇവിടെ വന്ന എല്ലാവർക്കും നല്ല വണ്ടി കിട്ടട്ടെ, എല്ലാവർക്കും നല്ല വീട് കിട്ടട്ടെ, ഞാനിതിൽ സന്തോഷിക്കുന്ന ആളാണ്. പക്ഷെ ആത്മീകത്തിന് ഭംഗം വരരുത്, ആരാധനയ്ക്കും കൂട്ടായ്മയ്ക്കും മുടക്കം വരരുത്. അപ്പൊ സമ്പത്ത് വർദ്ധിച്ച കൊണ്ട് ഒന്നിച്ച് മാർക്കാൻ മേലെ പിണക്കം, ശണ്ട. അപ്പോൾ അപ്രകാരം ലോകത്തിന് വിളിച്ചേച്ച് പറഞ്ഞേടാ, ഈ ദിവസങ്ങളിൽ ഇവിടെ പ്രശ്നമാണെന്ന് കേൾക്കുന്നുണ്ട്, ഒരു കാര്യം ചെയ്യും, ഞാൻ പെന്തിക്കോസുകാരനാ, നീയും പെന്തിക്കോസുകാരനാ, അത്ര ഗുണമല്ലെങ്കിലും, അതുകൊണ്ടൊരു കാര്യം ചെയ്യും, ദേശമെല്ലാം വിശാലമാണ്, നിനക്ക് ആവശ്യമുള്ളത് ഞാൻ വഴക്കൊന്നുമില്ലെന്ന് പറയും. ഇത് ആത്മീയൻ്റെ ലക്ഷണം. ആത്മീയം വഴക്കുണ്ടാക്കാൻ പോകത്തില്ല, വഴക്കിൻ്റെ രംഗം വരുമ്പോൾ ഒഴിഞ്ഞു മാറും. അങ്ങനെ ആത്മീയരെ പഠിക്കുന്നത്, ആത്മീയരെ അങ്ങനെ. അല്ലാതെ മറുഭാഷ കേട്ടുണ്ടെന്നും ആത്മീയരാന്ന് പറയരുത്. അയ്യോ അച്ഛാ എൻ്റെ അന്യഭാഷ കേൾക്കണം, അയ്യോ അറബിയാന്നാ തോന്നുന്നേ. സഭയിൽ വന്ന് അറബി പറഞ്ഞു വെച്ച് വണ്ടിയിൽ അങ്ങോട്ട് പോകുമ്പോൾ ഒരുത്തൻ ക്രോസ് വെക്കട്ടെ, അന്നേരം അസ്തോദ്യ ഭാഷയും പറയും, ഗ്ലാസ് താത്ത വെച്ച് 3 ഡാഷ് ഡാഷ് ഡാഷ്. മറുഭാഷ കേട്ടാലൊന്നും ആത്മീയനാന്നറിയത്തില്ല. ആത്മീയർ തെളിയുന്ന രംഗങ്ങളുണ്ട്. അബ്രഹാം ഇവിടെ തെളിയിക്കാം. ശണ്ട മൂത്തപ്പോൾ അബ്രഹാമിൻ്റെ ആത്മീയം തെളിഞ്ഞു. അബ്രഹാം ലോകത്തിനെ വിളിച്ച് പറഞ്ഞു, ഞാൻ മഴക്കിനില്ല, ഞാൻ മഴക്കിനില്ല, ഞാനിവിടെ യാഗപീഠം പണിത് വെച്ചേക്കുക, എനിക്ക് വഴക്കുണ്ടാക്കാൻ ദേശമെല്ലാം വിശാലമാണ്, നിനക്ക് ആവശ്യമുള്ള എടുത്തു. അവിടെ വായിക്കുന്ന അപ്പോൾ ലോത്ത് നോക്കി, അങ്ങനല്ലേ എഴുതിയിരിക്കുന്നേ, അപ്പോൾ ലോത്ത് നോക്കി, അപ്പോൾ ലോത്ത് നോക്കി. അതാ വല്യമ്മച്ചിയുടെ കണ്ണാ. ഏത് വല്യമ്മച്ചിയുടെ? ലോത്തിന്റെ ഭാര്യയാണോ ലോത്തിന്റെ വല്യമ്മച്ചി? അപ്പോൾ ലോത്ത് നോക്കി. സിസ്റ്റർ ഓർക്കും എന്നെ എൻ്റെ അടുക്ക വന്നു, നമ്മൾ തന്നെ ഇന്നലെ ഇന്നും വാക്യം വായിക്കുന്നത്, അതുകൊണ്ടാണ് ഇവിടെ വന്നേ. കൊച്ചമ്മയായിരുന്നു ഞാൻ അവിടെ നിന്നേനെ. അവിടെ അത് പിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, നിങ്ങൾ തന്നെ വായിക്കുന്നതാണ് നല്ലത്, എന്നാലും വന്നിരിക്കുന്നല്ലോ വലിയ കാര്യം. അപ്പോൾ ലോത്ത് നോക്കി നോക്കി, അത് വല്യമ്മച്ചിയുടെ കണ്ണാന്ന്. ഓ, ഉൽപ്പത്തി 3:6. പിന്നെ ഔവ എന്നോട് കളിയാക്കി പറഞ്ഞാന്ന്, ഔവാന്ന് ഔവ, അത് വായിരും 3:6. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും ഭംഗിയുള്ളതും തിന്മാനോ? നന്നായിട്ട് വായിക്കും. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമെന്ന് സ്ത്രീ കണ്ടു. ഈ കണ്ണാ മിസ്റ്റർ ലോത്തിന് കിട്ടിയത്. അപ്പോൾ ലോത്ത് നോക്കി, വല്യമ്മച്ചിയുടെ കണ്ണ്. ചിലപ്പേര് പറഞ്ഞു അവക്ക് അവിടെ ആ വല്യമ്മയുടെ അതേ കണ്ണ. സ്തോത്രം. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമെന്ന് സ്ത്രീ കണ്ടു. ഒരു കണ്ണാണല്ലോ, ആ കണ്ണാ ലോത്തിന് ഇപ്പിക്കിട. അപ്പോൾ ലോത്ത് നോക്കി. യോർദാൻ അരികെയുള്ള ആ പ്രദേശമെല്ലാം നീരോട്ടമുള്ളതെന്ന് കണ്ടു. എന്നിട്ട് കണ്ട് യഹോവ സോദോമിനെയും ഗൊമോറയെയും നശിപ്പിക്കുന്നതിന് മുൻപേ അത് യഹോവയുടെ തോട്ടം പോലെയും സോവർ വരെ മിസ്രൈം ദേശം പോലെയും ആയിരുന്നു. അപ്പൊ നല്ല ഫലപുഷ്ടമായ സ്ഥലം അങ്ങ് കണ്ടു. ലോത്ത് ഈ സ്ഥലം അങ്ങ് തെരഞ്ഞെടുത്തു. എങ്ങനുണ്ട് ലോത്ത്? ഈ നല്ല അത് യഹോവയുടെ തോട്ടം പോലെ ആയിരുന്നെന്ന ഈ സ്ഥലം ലോത്ത് തെരഞ്ഞെടുത്തു. അബ്രഹാമിന് ഈ വിഷയത്തിൽ അല്പം മനപ്പീട വരാതില്ല. അതിന് കാരണം കൂടെ പറയാം. അബ്രഹാം ലോത്തിനെ വിളിച്ച് പറയടാ, ഞാൻ മഴക്കനില്ല, ഇഷ്ടമുള്ള സ്ഥലം നീ എടുത്തോ എന്ന് പറയുമ്പം വേണേ. ലോത്ത് പറയും, എൻ്റെ ഉപ്പാപ്പ എനിക്കൊന്നും വേണ്ട, ഞാൻ അവിടെ അപ്പനില്ലാതെ അനാഥത്വം പേറി നിന്നപ്പോൾ ഉപ്പാപ്പൻ വിളിച്ചത് കൊണ്ടാണ് ഞാൻ ഈ മാർഗത്തിൽ വന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഇച്ചിരി കന്നുകാലിയാണെങ്കിലും ആടും ഒക്കെ എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് ഉപ്പാപ്പൻ എന്നോട് അങ്ങനെ പറയരുത്. ഉപ്പാപ്പൻ എന്തേലും തരുന്നത് ഞാൻ സ്വീകരിക്കാം, അല്ലാതെ ഞാനായിട്ടൊന്നും എടുക്കുന്നില്ലെന്ന് പറയുമെന്ന് അബ്രഹാം ചിന്തിച്ചു. ഇവൻ ആരാ? ലോത്ത് വലിയ കാട്ടാനയ്ക്ക് ലാടമടിച്ചവനാ. ഇവൻ കിട്ടിയ അവസരം നല്ലതുപോലെ അങ്ങ്. അപ്പോൾ ലോത്ത് നോക്കിയെന്ന ഒട്ടും ആനന്ദിച്ചില്ല. അങ്ങനല്ലേ വായി
അപ്പോൾ അന്നേരം ഒരു സെക്കൻഡ് താമസിച്ചില്ല. അപ്പൊ ഇവനിങ്ങനെ ഉന്നം വച്ചിരിക്കുക, അപ്രകാരം എന്നേലും ഇത് പറയുമോന്ന് ഓർത്ത് പറഞ്ഞ ഉടനെ ഇവൻ അപ്പോൾ ലോത്ത് നോക്കി. യോർദാനിലേക്കുള്ള സ്ഥലമെല്ലാം നീരോട്ടമുള്ളതെന്ന് കണ്ടു. ആ സ്ഥലം തിരഞ്ഞെടുത്തു. ഈ വിഷയത്തിൽ അബ്രഹാമിന് മനപ്പീട വന്നു. അബ്രഹാം ചിന്തിച്ചത് ഇവൻ പറയും ഞാനായിട്ടൊന്നും എടുക്കുന്നില്ല, ഉപ്പാപ്പൻ എന്തെങ്കിലും തന്നാൽ മതിയെന്ന് പറയുമെന്ന് ചിന്തിച്ചു. ഇവൻ മിണ്ടിയില്ല. ഇവൻ അന്നേരം തിരഞ്ഞെടുത്തു. ഈ വിഷയത്തിൽ മനപ്പീട വന്നെന്ന് ഞാൻ തെളിയിക്കാം. മനപ്പീടെന്ന് എഴുതിയിട്ടില്ലെങ്കിലും ആശയം വായിക്കുമ്പോൾ തെളിയും. ഈ വിഷയത്തിന് അബ്രഹാമിന് വലിയ മനപ്രയാസം വന്നു. അബ്രഹാം ഇങ്ങനെ ചിന്തിച്ചു, എന്നാലും ഇവൻ എന്നോട് ഇത് ചെയ്തല്ലോ, എൻ്റെ ദൈവമേ, ഞാനത് പറഞ്ഞെന്നോർത്ത് ഉടനെ തന്നെ അവൻ അത് സ്ഥലമെല്ലാം കൂടെ എടുത്തല്ലോ എന്നോർത്തിങ്ങനെ മനോഭാരത്തോടിങ്ങനെ തല താഴ്ത്തിയപ്പോൾ തമ്പരാൻ പറഞ്ഞു, അവരാജ് ആ തല പൊക്കാൻ പറഞ്ഞു. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത്, നീ തല പൊക്ക്. നീ എന്തിനാ തല താഴ്ത്തിയിരിക്കുന്നത്? ലോത്ത് ഇതെല്ലാം തിരഞ്ഞെടുത്ത വിഷയത്തിൽ നീ ഭാരപ്പെടുകയൊന്നും വേണ്ട. നീ തല പൊക്ക്. നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ട് തെക്കോട്ട് കിഴക്കോട്ട് പടിഞ്ഞാറോട്ട് നോക്കുക. നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും. നിങ്ങൾ ശ്രദ്ധിച്ചേ, ചില വിഷയത്തിൽ നീ മനോഭാരത്തോടായിരിക്കുന്നത്, നിരാശപ്പെടരുത്. നിന്നെ കാണുന്ന അറിയുന്ന ഒരു ദൈവമുണ്ട്. അബ്രഹാം മനോഭാരത്തോടെ തല താഴ്ത്തി തമ്പുരാൻ തല പൊക്ക്, നീ 4 വശവും നോക്ക്, ഏകദേശം ഞാൻ നിനക്ക് തരും. അബ്രഹാം അങ്ങ് ധൈര്യപ്പെട്ടു. ലോത്ത് യോർദാനിലേക്കുള്ള സ്ഥലമെല്ലാം നീരോട്ടമുള്ളതെന്ന് ആദ്യം ഇത് കണ്ടു. നിങ്ങൾ ആ ഭാഗം താഴോട്ട് പഠിച്ചറിയാം. കണ്ടു വെച്ച് പുള്ളി വയ്യ കൂടാരം അങ്ങോട്ട് അടിക്കാൻ തുടങ്ങി. അവിടെ അടിച്ചങ്ങോട്ട് കയറി. അവിടെ ചെന്നിട്ടും പുള്ളിക്ക് അത്ര സുഖം വരുന്നില്ല. പിന്നെയും മുമ്പോട്ട് ഇങ്ങനെ അടിച്ചു പോവുക. അടിച്ചടിച്ച് സോവാർ വരെ ചെന്നു. അങ്ങനെ വായിച്ചേ. സോദോം വരെ കൂടാരം നീക്കി അടിച്ചു. ഓരോ ആഴ്ചയിലും പുള്ളി നീക്കുക, ഓരോ ആഴ്ചയിലും നീക്കുക. അങ്ങനെ കഴിഞ്ഞ ആഴ്ച 2 കിലോമീറ്റർ നീക്കി, പിന്നെ പിറ്റേ ആഴ്ച 2 കിലോമീറ്റർ കൂടെ നീക്കി സോവാറിൽ ചെന്ന് അടിച്ചു കയറി. ഇനിയും സോവാറിൽ അടിച്ചു വെച്ച് തൃപ്തി വരുന്നില്ല. അടിച്ച് കയറി ഇവൻ അവസാനം സോദോമിൽ ചെന്ന് കയറി. കാരണം ആ 14-ാം അധ്യായത്തിൻ്റെ ഈ ഭാഗത്ത് കിടപ്പുണ്ട്. സോദോമിൽ പാർത്തിരുന്ന ലോത്തെന്നൊരു പദമുണ്ട്. ഞാൻ റെഫറൻസ് അങ്ങ് മറന്നുപോയി. ഇത് മുഴുവൻ അടയാളപ്പെടുത്തിയിട്ടിരിക്കുകയെന്നില്ല, എന്നിട്ട് മിണ്ടാതിരിക്കുന്നത്. 12 വായിച്ചേ, 12-ാം വാക്യം. അബ്രാമിന്റെ സഹോദരന്റെ മകനായി സോദോമിൽ പാർത്തിരുന്ന ലോത്തിനെ ഇങ്ങോട്ട് നോക്കിക്കേ. ഇത് നീരോട്ടമുള്ളതെന്ന് കണ്ടതേയുള്ള. ആദ്യം കണ്ടേച്ച് പയ്യ കൂടാരം നീക്കി സോവാറി വന്ന് നീക്കി. അവിടുന്ന് ഒതുങ്ങിയില്ല. പിന്നെ നീക്കി ഒടുവിൽ നേരെ ചെന്ന് സോദോമിലോട്ട് അങ്ങ് കയറി. അതുകൊണ്ടാ 14-12 പറഞ്ഞ സോദോമിൽ പാർത്തിരുന്ന. അബ്രഹാം ഓടിച്ചു വിട്ടതല്ല, തന്നെ പോയി കയറുക, തന്നെ പോവുക. ചിലരെ നമ്മൾ ഓടിക്കുവൊന്നും വേണ്ട, തന്നെ അങ്ങ് പൊക്കോളും. ഇപ്പം അങ്ങനെ തന്നെ പോകത്തില്ല. അതുകൊണ്ട് നമ്മൾ വലിയ സഭയിലൊക്കെ അങ്ങ് മുടക്കുക, ചുമ്മാ ഇരുന്ന് അങ്ങ് മുടക്കുക. പണ്ട് ഞങ്ങളുടെ കറിയാച്ചായനെ മുടക്കി. അദ്ദേഹം കനാനായ സഭയിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് ദൈവകൃപയെ വന്നപ്പോൾ അന്നത്തെ സഭയുടെ അധ്യക്ഷൻ പറഞ്ഞു, ഞാൻ നിന്നെ മുടക്കിയിരിക്കുന്നു. കറിയാച്ചൻ പറഞ്ഞു, ഞാൻ അങ്ങേയും മുടക്കിയിരിക്കുന്നു. അതോടെ തീർന്ന് പുള്ളി ഇറങ്ങിപ്പോന്നു. അല്ല പിന്നെ അവിടെ എന്നാ പറയാൻ, അങ്ങ് മുടക്കുക. നമ്മളാരെയും മുടക്കാനും പോകണ്ട, മുടക്കുകത്തും കൊടുക്കണ്ട, സസ്പെൻഡും ചെയ്യണ്ട, അടിയന്തര കമ്മിറ്റി കൂടി നടപടി എടുക്കണ്ട. നീ ദൈവസന്നിധി ഇരുന്നാൽ മതി. ദൈവം മാറ്റേണ്ടതിനെ അങ്ങ് മാറ്റും. ഇതാരും ഓടിച്ചതല്ല, തന്നെ പോയി കയറുകയല്ലേ സോദോമിലോട്ട്. തന്നെ നോക്കിയത്, തന്നെ അവിടെ നോക്കിയപ്പോൾ നല്ല സ്ഥലമെന്ന് കണ്ടു. ഉടനെ മിസ്സിസ് ലോത്തിനോട് പറഞ്ഞു, അവളാ ഇതിൻ്റെ ചരട് വലിക്കാരി. അങ്ങനെ 2 പെൺപിള്ളേരുമായിട്ട് പിന്നെയും യാത്ര ചെയ്ത് അവസാനം വന്ന് സോദോമിൽ ചെന്ന് കയറി. സ്തോത്രം. സോദോമിൽ ചെന്ന് കയറി. ലോത്ത് നേരെ സോദോമിൽ ചെന്ന് കൂടാരമടിച്ചു. അബ്രഹാം നേരെ ഹെബ്രോനി വന്നു.
ആ 13-ന്റെ ഒടുവിലത്ത് ഇവിടെ വായിച്ചു, ഇവിടെ വായിച്ചാൽ മതി, മറക്കണ്ട. അപ്പോൾ അബ്രാം കൂടാരം നീക്കി ഹെബ്രോനിൽ മമ്രയുടെ തോപ്പിൽ വന്ന് പാർത്തു. അവിടെ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. എന്തോ മനസ്സിലായി? എന്തോ മനസ്സിലാകാനാ? ലോത്ത് നേരെ കൂടാരം അടിച്ചടിച്ചുകൊണ്ട് സോദോമിൽ കയറ്റി. പക്ഷെ അബ്രഹാം നേരെ കൂടാരം ഹെബ്രോനിൽ, അബ്രഹാം ഹെബ്രോനിൽ വന്ന് മമ്മറയുടെ തോപ്പിൽ പാർത്തു. അവിടെ യഹോവയ്ക്കൊരു, ലോത്ത് നേരെ സോദോമിലും. ഒന്നിച്ചിറങ്ങിയതാ. ഒരുത്തൻ സോദോമിലും ഒരുത്തൻ ഹെബ്രോനിലും. സോദോം നിവാസികളെ പറ്റി ഈ പുസ്തകത്തിൽ വായിക്കുന്നത് അവരുടെ പാപത്തെ പറ്റി വിസ്തരിച്ചെടുത്തിട്ടുള്ള ഭാഗങ്ങളുണ്ട്. അപ്പോൾ തന്നെ പാപത്തിന് മൂലകാരണമുണ്ട്. മൂലകാരണം 3. ആ 3 മൂലകാരണത്തിൽ കൊടുത്തിരിക്കുന്നത് ഗർഭവും തീൻപൊളപ്പും നിർഭയ സൗകര്യം. അങ്ങനെ 3 പദമാണ്. ഗർഭം, തീൻപൊളപ്പ്, നിർഭയ സൗകര്യം. ഞാൻ ആ വാക്യം അങ്ങ് മറന്നുപോയി. നിങ്ങൾ ഓർമ്മയുണ്ടെന്ന് വായിച്ചേ. 3 പദമാണ്. ഗർഭവും തീമ്പൊളപ്പും നിർഭയ സൗകര്യം. 3 പദമാണ് കൊടുത്തേക്കുന്നത്. അത് യെഹെസ്കേൽ പ്രവചനം, ഞാൻ റഫറൻസ് അങ്ങ് മറന്നു. 16:49 ആണോ എന്ന് നോക്കിക്കേ. ആണോ? അപ്പോൾ അത് തന്നെ വായിച്ച്. നിന്റെ സഹോദരിയായ സോദോമിന്റെ അകൃത്യമോ ഗർവവും തീൻപൊളപ്പും നിർഭയ സൗകര്യവും. 3 പദമാണ്. ഗർവവും തീൻപൊളപ്പും നിർഭയ സൗകര്യം. അതെല്ലാം ഇന്ന് പ്രസംഗിച്ചാൽ പോയിപ്പറ്റുണ്ടാകുകയല്ല. അതുകൊണ്ട് അതിലെ ഒരു പദം തീൻപൊളപ്പ്. അത് പഴയ ഒരു മലയാള പ്രയോഗമാണ്. തീൻപൊളപ്പ്. തീമ്പൊളപ്പെന്ന് പറഞ്ഞാൽ തീമ്പൊളപ്പ്, ആർത്തിയല്ല, തീമ്പൊളപ്പ്. യോ തീമ്പൊളപ്പ്. യോ തിന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്ന, അത് പിരിച്ചെഴുതിയാൽ പോരെ. തീമ്പൊളപ്പ്. തീൻ അധികം പൊളപ്പ് സമം തീമ്പൊളപ്പ് എന്ന് പറഞ്ഞാൽ തിന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരുതരം പൊളപ്പ്. അതിന് മലയാളത്തിൽ ബഹുബ്രീഹി സമാസം എന്ന് പറയും. ബഹുബ്രീഹി സമാസം. അതാ സോദോമിലെ പാപമാണ് ബഹുബ്രീഹി സമാസം. തിന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്ന, അകത്തോട്ട് ചെല്ലുന്നതനുസരിച്ച് പുറത്ത് വരും. പണ്ടൊക്കെ നാടൻ കോഴിയെ ഓടിച്ചിട്ട് പിടിച്ച് തല്ലിക്കൊന്ന അവരെ കണ്ടാലും പറഞ്ഞു ഉശിര. ഇപ്പം കോഴി ബ്രോയിലർ കോഴിയാണ്. അത് കഴിച്ചിരിക്കുന്ന കണ്ടില്ലേ? ഒരെണ്ണം അനങ്ങാനും മേലെ ആ കോഴി ഇരിക്കും. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കിക്കുക. ഞാനിപ്പോൾ 6 മുതൽ വന്നത് എല്ലാം കോഴി ഇരിക്കും പോലെ ഇരിക്കുക. പിന്നെ പിടിക്കാൻ ചെല്ലുമ്പോൾ ഒന്ന് തിന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്ന തീമ്പൊളപ്പ്. അപ്പം ഇവിടെ 3 പദമാണ്. നിന്റെ സഹോദരിയാകുന്ന സോദോമിന്റെ അകൃത്യമോ ഗർവം, തീമ്പൊളപ്പ്, നിർഭയ സൗകര്യം. അകത്തോട്ട് ചെല്ലുന്നതനുസരിച്ച് പുറത്തോട്ട് വരും. നീ അവൻ കൂടെ തിരുവചനം ഭക്ഷിക്കുന്നെങ്കിൽ അകത്ത് നിന്ന് അത് ഇറങ്ങി വരും. അകത്തോട്ട് ചെല്ലുന്നത് പുറത്തോട്ട് വരും. സ്തോത്രം. അവിടെ ചെന്ന് കയറി. എനിക്ക് സോദോം പട്ടണത്തെ പറ്റിയൊക്കെ ചൊല്ലി വിസ്തരിച്ച് പ്രസംഗിക്കുന്നതാണ് ഇഷ്ടം. ഇന്ന് അതിന് മുതിരുന്നില്ല. ആ പട്ടണത്തെ പറ്റിയൊക്കെ സൈമൺ സാർ നല്ല പരൂപത്തിന് വിസ്തരിച്ചിട്ടുണ്ട്. സ്തോത്രം. അതിഥി ജനകേളനം ചെയ്യുവാനൊരുമ്പട്ട ജതിയരമരാഗ്രൻ സാധുവാം ശിക്ഷയിൽ. അതിഥികളെ ഹേളനം ചെയ്യാൻ ചെന്ന ആൾക്കാരാ സോദോമിൽ. ചിലർ നരർ ഭുജിക്കവേ, കേജിൽ സ്വപിക്കവേ, ചീത്തവാക്കോതി ചിലർ പ്രദർശിക്കവേ, മദനമഹമതിനിത് മത്സരിച്ചോടവേ, മധ്യകുംഭം ചിലർ കയ്യിലെടുക്കവേ, പകടക്കള്ളി പട്ടിമ വളർവാശി ചൂതെന്നിവ പാരമുത്സാഹമായി പാരം ചരിക്കവേ. ഇങ്ങനെയുള്ള ആൾക്കാരാ. ആട്ടെ, ഈ പട്ടണത്തിൽ ലോത്തും ഭാര്യയും 2 പെൺപിള്ളേരും ചെന്ന് പാർത്തു. പക്ഷെ അബ്രഹാം നേരെ ഹെബ്രോനി വന്നു. അവിടെ മമ്മറയുടെ തോപ്പിൽ കൂടാരമടിച്ചൊരു യാഗപീഠം. അപ്പൊ ഇങ്ങനെ വ്യാഖ്യാനം. ഹെബ്രോൻ എന്ന വാക്കിന്റെ ഒരർത്ഥം കൂട്ടായ്മ.
മമ്രെ എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന ഒരർത്ഥം ബലം. അവിടെ ഒരു പദമുണ്ട്, യാഗപീഠം പണിതു, അത് ആരാധന. അതുകൊണ്ട് ഞാനിങ്ങനെ പറയുന്നത്, ഈ ലോത്ത് സോദോമിൽ ചെന്ന് പാർത്ത് ഒടുവിൽ ലോത്തിനെ പറ്റി വായിക്കുന്നത് വലഞ്ഞു പോയ നീതിമാനായ ലോത്ത്. പുള്ളി വലഞ്ഞു. പക്ഷെ അബ്രഹാം കൂട്ടായ്മയിൽ വന്ന് ആരാധിച്ച് ബലപ്പെട്ടു. അബ്രഹാം കൂട്ടായ്മ, മമ്രെ ബലം, യാഗപീഠം ആരാധന. അപ്പൊ അബ്രഹാമിന് ചെറിയ ബലഹീനത വന്നെങ്കിൽ ഒടുവിൽ അബ്രഹാം കൂട്ടായ്മയിൽ വന്ന് ആരാധിച്ച് ബലപ്പെട്ടു. ആശയം ഇതേ ഉള്ളൂ, ദൈവകുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ബലഹീനതകളും പോരായ്മകളും വരാം. പക്ഷെ അതിൽ തന്നെ നീ തുടരരുത്. ആ ബലഹീനത പരിഹരിച്ച് ഈ കൂട്ടായ്മയിൽ വന്ന് ആരാധിച്ച് ബലപ്പെട്ടോണം. ഈ ദിവസങ്ങളിലത്തെ യോഗം ബലപ്പെടാനുള്ള യോഗമായിരിക്കണം. നിന്റെ പോരായ്മകളും ബലഹീനതകളും മനസ്സിലാക്കി ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച്, കർത്താവേ ഞാൻ തെറ്റിപ്പോയി, ബലഹീനതയുണ്ട്, അപാകതകളുണ്ടെന്ന് മനസ്സിലാക്കി ആരാധിച്ച് ബലപ്പെട്ടാൽ ദൈവിക ബലമുണ്ടാകും. ഇനി വേറൊരു ചിന്താഭാഗം പഠിക്കുമ്പോൾ, ഈ 13-ാം അധ്യായത്തിന് ആരാധിച്ച് ബലപ്പെട്ടു. ഇനി ഓടിച്ച് പറയാം, 14-ാം അധ്യായം യുദ്ധമാണ്. 4 നാട്ടുരാജാക്കന്മാരും 5 നാട്ടുരാജാക്കന്മാരും തമ്മിലുള്ള യുദ്ധം. 4 പേര് പേടിച്ച് 5 പേര് ഓടിപ്പോയ കൂട്ടത്തിൽ സോദോം രാജാവ് കുഴിക്കകത്ത് പോയി. പലരും ചെതറി ഓടി. ഒരുത്തൻ എതിർച്ചയാ ഓടി വന്ന് അബ്രാമിനോട് പറഞ്ഞു, അബ്രാമേ, സോദോമിൽ യുദ്ധം നടന്നു, എൻ്റെ സഹോദരപുത്രൻ ലോത്തിനെ അവൻ്റെ ഭാര്യ തട്ടിക്കൊണ്ട് പോയി. അബ്രഹാം വന്ന് മമ്മറയുടെ നോപ്പില്ല. മമ്മറ ബലമാണ്, നല്ല കൂട്ടായ്മ നിൽക്കുക അബ്രഹാം. അവിടെ യാഗപീഠം പണിത് ആരാധിച്ച് ബലപ്പെട്ട് നിൽക്കുക അബ്രഹാം. അന്നേരം വന്ന് പറഞ്ഞ് ലോത്തിനെ കൊണ്ടുപോയെന്ന്. നമ്മളായിരുന്നു പറയാം, അവൻ അത് തന്നെ വരണം, അവൻ എന്നോട് ചെയ്തതിന് ഇത് വന്നാൽ പോരാ. ദൈവാത്മാവിനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇവനെ തട്ടിക്കൊണ്ട് പോകുമെന്ന്. അബ്രഹാം അങ്ങനെയൊന്നും പറഞ്ഞില്ല. അബ്രഹാം ഇത് കേട്ടപ്പോൾ മനപ്പീട വർദ്ധിച്ചു. തൻ്റെ വീട്ടിൽ ജനിച്ച് വളർത്തപ്പെട്ട 318 അഭ്യാസികളെ കൂട്ടിക്കൊണ്ട് മമ്ര, ആനേർ, എഷ്കോൽ, ഈ 3 പേരെയും കൂട്ടി അബ്രഹാം അന്ന് രാത്രി സോദോമിനെ കൊള്ളയിട്ട 4 വമ്പൻ രാജാക്കന്മാരെ പരാജയപ്പെടുത്തി അവരെ തോൽപ്പിച്ച് ലോത്തിനെ കുടുംബത്തെ നേടിയെടുത്തു. ആത്മീയ പാഠം ഞാൻ വിശദീകരിക്കുന്നില്ല, പാഠം പറയുക. ഈ യുദ്ധത്തിൽ അബ്രഹാമിന് ജയമുണ്ടായി. 14-ാം അധ്യായത്തിൽ അബ്രഹാമിന് ജയമുണ്ടാകാൻ കാരണം ഇത്രയേ ഉള്ളൂ, 13-ാം അധ്യായത്തിൽ ആരാധിച്ച് ബലപ്പെട്ടു. 13-ാം അധ്യായത്തിൽ ആരാധിച്ച് ബലപ്പെട്ടപ്പോൾ 14-ാം അധ്യായത്തിൽ ജയമുണ്ടായി. ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്നവർക്ക് ബലമുള്ളൂ, അവർക്ക് ജയമുള്ളൂ. 13-ാം അധ്യായത്തിൽ കൂട്ടായ്മയിൽ വന്ന് ആരാധിച്ച് ബലപ്പെട്ടത് കൊണ്ട് 14-ാം അധ്യായത്തിലെ യുദ്ധത്തിൽ അബ്രഹാമിന് ജയമുണ്ടായത്. എനിക്കും നിങ്ങൾക്കും എതിരെ ഒരു പോരാളിയുണ്ട്, എതിരാളിയുണ്ട്. അത് അയലത്തുകാരോ ബന്ധുക്കാരോ മനുഷ്യരാരുമല്ല, പിശാച. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. എനിക്കും നിങ്ങൾക്കുമെതിരെ ഒരു പോരാളി, ഒരു എതിരാളിയുണ്ട്, പിശാച്. അവനെ ജയിക്കണമെങ്കിൽ ഈ കൂട്ടായ്മയിൽ വന്ന് ആരാധിച്ച് ബലപ്പെടണം. അതിനായി സഭയെ വരണം, കൂട്ടായ്മയ്ക്ക് വരണം, ആരാധിക്കണം. ഇപ്പം പിന്നെ ആർക്കും സഭയെ വരാൻ മേലാത്തൊരു കാലമാണ്, എല്ലാം കണ്ടുകൊണ്ടിരിക്കുക. അത് കാണുന്ന കുഴപ്പമില്ല, എന്നാലും സഭയ്ക്കകത്ത് വന്ന് ബലപ്പെടുന്ന അത്രോ പിന്നെ ഉപ്പോളം ഒക്കുമോ ഉപ്പിലിട്ടത്. മറ്റേതിന് ബലമില്ലെന്നല്ല, എന്നാലും ഇവിടെ വന്ന് ദൈവമക്കൾ ഒന്നിച്ചിരുന്ന് ഒന്ന് പാട്ട് പാടി ആരാധിച്ച് അതൊരു പ്രത്യേക ബലമാണ്. ഇപ്പം പിന്നെ ചില ആൾക്കാർക്ക് ഇത് എങ്ങനെയും സഭകൾ തുറക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നവരും ഉണ്ട്. ഉപദേശിമാർക്കും ഇപ്പം ചിലർക്ക് ഇത് സന്തോഷകരമായ കാര്യമാണ്. പാസ് സൂമിനകത്തുണ്ട്, ഒരു ചെറിയ മെസ്സേജ് മതി, സുഖം എന്ന് പറഞ്ഞണ്ട, കോവിഡാന്ന് പറഞ്ഞാൽ മതി, സുവിശേഷം പറയാൻ പോകണ്ട. ഒരു ഇപ്പം അങ്ങനെ വീടുകളിൽ കയറാനൊക്കത്തില്ല. അതിപ്പം ഒരു ലാക്കായി കാണുന്നവരും ഉണ്ട്. അപ്പം ഈ സൂമിൽ ഇപ്പോൾ സൂമ ഇങ്ങനെ ആണെങ്കിൽ ഒത്തിരി ഗുണവുമുണ്ട് ദോഷവുമുണ്ട്. ഗുണങ്ങളുണ്ട്, കാരണം ഏത് പ്രസംഗം വേണേലും നമുക്ക് കിട്ടും, അടിച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ അടിക്കുമ്പോൾ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്നവൻ്റെ കിട്ടും, ഇരുന്നുകൊണ്ട് പ്രസംഗിക്കുന്നവൻ്റെ കിട്ടും, നടന്ന് പ്രസംഗിക്കുന്നവരുടെ കിട്ടും, കിടന്ന് പ്രസംഗിക്കുന്നവൻ്റെ കിട്ടും. ഒച്ചപ്പാട് മാത്രം വേണേൽ അതിനുള്ള അടിച്ചു കൊടുത്താൽ മതി, അവൻ നിന്ന് അങ്ങ് അലറുക. അങ്ങനെ ഏത് ടൈപ്പ് വാക്യം മാത്രം വേണമെങ്കിൽ അതടിച്ചു കൊടുത്താൽ മതി. അപ്പം വാക്യം തന്നെ നിന്ന് പറയുന്നവർ ഏത് ടൈപ്പ് സാധനവും നമുക്ക് ഗുണമുണ്ട്. പിന്നെ ചിലക്കിത് നല്ല ലാക്കാകാൻ കാരണം
സഭയിൽ പോകണമെങ്കിൽ രാവിലെ എഴുന്നേൽക്കണം, കുളിക്കണം, പല്ല് തേക്കണം, ദിനചര്യകളെല്ലാം നടത്തണം, കുളിക്കണം, പിന്നെ പല കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ സ്വോത്രകാഴ്ചയും കയ്യിൽ എടുക്കണം. ഇപ്പോൾ ഇത് ഓള് തുറന്നില്ലെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങളൊന്നും, കുളിച്ചില്ലെങ്കിൽ അത് ഓൺ ചെയ്തേച്ച് എന്തെങ്കിലും ചവച്ചോണ്ടാണെങ്കിലും ഇത് കാണാം. സഭയിൽ വന്നിരുന്ന് ചവയ്ക്കാൻ പറ്റുമോ? അപ്പോൾ ഇത് ഗുണവുമുണ്ട്. കൂട്ടായ്മയിൽ വന്ന് ആരാധിച്ച് ബലപ്പെടുന്നതാ ബലം. 13-ാം അധ്യായത്തിൽ കൂട്ടായ്മയിൽ വന്ന് ആരാധിച്ച് ബലപ്പെട്ടത് കൊണ്ട് 14-ാം അധ്യായത്തിൽ അബ്രഹാമിന് ദൈവം ജയം കൊടുത്തു, ജയിച്ചു. സൊദോമിനെ കൊള്ളയിട്ട രാജാക്കന്മാരെ പരാജയപ്പെടുത്തി 14 ജയിച്ചു. 15-ാം അധ്യായത്തിൽ ജയിച്ചു വന്ന അബ്രഹാമിനോട് ദൈവം പറയാം, അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം അതിമഹത്തായ പ്രതിഫലവുമാകും. ഈ 14-ാം അധ്യായത്തിൽ ജയിച്ചു വന്നെങ്കിൽ അബ്രഹാമിന് ഭയം വരാൻ കാരണം ഈ സൊദോമിനെ കൊള്ളയിട്ട രാജാക്കന്മാരെ പരാജയപ്പെടുത്തിയതുള്ളൂ, നിഗ്രഹിച്ചിട്ടില്ല. അപ്പം അബ്രഹാമിൻ്റെ ചിന്ത, പരാജയപ്പെട്ടവർ വീണ്ടും വൈരാഗ്യമെടുത്ത സൈന്യങ്ങളുമായിട്ട് വീണ്ടും വന്നാൽ എന്നെ പിടിച്ചു കെട്ടി കൊണ്ടുപോകുമോ, ഞാൻ പിന്നെ അടിമയായി പോകുന്നുള്ള ഭയം അകത്ത് കയറി. അകത്ത് ഭയമുള്ളത് കൊണ്ടാണ് ഉള്ളമറിയുന്ന ദൈവത്തിന് മനസ്സിലായി അബ്രഹാം പേടിച്ചിരിക്കുക. അതുകൊണ്ടാണ് 15-ാം അധ്യായത്തിൽ പറഞ്ഞ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയമാണ്, നിന്റെ അതിമഹത്തായ പ്രതിഫലമാണ്. അപ്പോൾ അബ്രഹാം ഈ കാര്യം പറഞ്ഞപ്പോൾ അബ്രഹാം പറഞ്ഞ്, കർത്താവാകുന്ന യഹോവയെ നീ എനിക്ക് എന്തോ തരും, എന്ത് തരും? ഞാൻ മക്കളില്ലാത്തവനായിട്ട് നടക്കുന്നു. ഈ ദമ്മേശേക്കുകാരനാകുന്ന എലയാസറായി ഇതിൻ്റെ എല്ലാം പുള്ളിക്കാതാ സങ്കടം. പിള്ളേരില്ലെന്നുള്ളത് ശരി, പക്ഷെ എന്നാൽ ഇവനിത് അടിച്ചു മാറ്റുമല്ലോ എന്നാ അവൻ്റെ ലക്ഷണവും പരിവട്ടവും കണ്ടപ്പോൾ അബ്രഹാമിന് പൂർണ്ണമായിട്ട് മനസ്സിലായി, എൻ്റെ കണ്ണടയാൻ നോക്കിയിരിക്കുക ഇവൻ ഇത് അടിച്ചു മാറ്റാൻ. അതുകൊണ്ട് അബ്രഹാമൻ പറഞ്ഞത്, അബ്രഹാം പറഞ്ഞു, കർത്താവേ ഇവൻ ഇതെല്ലാം കൂടെ അടിച്ചു മാറ്റും. അപ്പോൾ ദൈവം പറഞ്ഞ, അവറാച്ച അഞ്ഞു ബാ, ആ ഭാഗം പിടിച്ചാൽ കൈക്ക് പിടിച്ച് മിറ്റത്തിറക്കി പറഞ്ഞു, മേളിലോട്ട് നോക്കാൻ പറഞ്ഞു. ആകാശത്തിലെ നക്ഷത്രങ്ങളെ എണ്ണാൻ പറ്റുമോ? ഇതുപോലെ ഞാൻ നിനക്ക് സന്തതിയെ തരും. പണ്ടൊരു ഉപദേശി പറഞ്ഞു, അബ്രഹാം ദൈവത്തോട് കയറി കളിച്ചു, ഒടുവിൽ ദൈവം അബ്രഹാമിനെ നക്ഷത്രം എണ്ണിച്ചെന്ന്. ശരിയാ, നക്ഷത്രം എണ്ണിച്ചു. അതുകൊണ്ട് നീ ദൈവത്തോട് കളിച്ചാൽ ദൈവം നിന്നെ, അതുപോലെ ദൂത പിടിച്ചു മിറ്റത്തിറക്കി മേളിലോട്ട് നോക്കാൻ പറഞ്ഞ് നക്ഷത്രങ്ങൾ ഇതുപോലെ തലമുറയെ തരുമെന്ന് പറഞ്ഞു. അബ്രഹാം ഈ ദൂത് കേട്ട് ബലപ്പെട്ടു. എൻ്റെ ഭാഷ ആ ഭാഗം മൊത്തം പഠിക്കണം. രാത്രിയിലായതുകൊണ്ടല്ലേ നക്ഷത്രം എണ്ണിയത്. രാത്രി വെളിയിലിറക്കി മേളിലോട്ട് നോക്കാൻ പറഞ്ഞ് നക്ഷത്രം എണ്ണി അകത്ത് കയറി പിന്നെയും വെളിയിലിറങ്ങി. അപ്പം 15-ാം അധ്യായത്തിൽ വാഗ്ദത്തം കൊടുത്തു, സന്തതിയെ തരുമെന്ന്. 16-ാം അധ്യായം വന്നപ്പം ഈ എൻ്റെ ഭാഷ ഇങ്ങനെ, 15-ാം അധ്യായത്തിൽ സർവജ്ഞനായ ദൈവം, സർവശക്തനായ ദൈവം ഡയറക്റ്റ് ബൈബിൾ ക്ലാസ് എടുത്തു അബ്രഹാമിന്. ദൈവം നേരിട്ട് വന്ന് ക്ലാസ് എടുത്തു, വാഗ്ദത്തം കൊടുത്ത് തലമുറയെ തരുമെന്ന്. അപ്പോൾ 15-ാം അധ്യായത്തിലെ അത് ഒരു രാത്രി മുഴുവൻ ദൈവമായിട്ട് ഇടപെടുക. ഒരു രാത്രി മുഴുവൻ ദൈവവുമായിട്ട് അബ്രഹാം ഇടപെട്ട്, പിന്നെ ഒരു പകലും, കാരണം പിറ്റേന്നാണ് യാഗം കഴിക്കുന്നത്. അന്നേരം പിന്നെ സന്ധ്യയ്ക്ക് റാഞ്ചം പക്ഷി സൂര്യൻ അസ്തമിച്ചപ്പോൾ, അപ്പോൾ തലേ രാത്രി മുറ്റത്തിറക്കി നക്ഷത്രം എണ്ണിപ്പിച്ചു, അകത്ത് കയറി യാഗപീഠം പിന്നെ ഒടുക്കി, കുറുപ്രാവിനെ പിളർന്നില്ല. സന്ധ്യയ്ക്ക് സൂര്യൻ അസ്തമിച്ച് വൈകി, അന്നേരം റാഞ്ചിറങ്ങി. അപ്പം ഒരു രാത്രി ഒരു പകലും ദൈവമായിട്ട് ഇടപെടുക, ദൈവമായിട്ട് ഇടപെട്ടു. പക്ഷെ ഇങ്ങനെ ഇടപെട്ട അബ്രഹാം 16-ാം അധ്യായത്തിൽ 15-ാം അധ്യായത്തിൽ ദൈവം ഡയറക്റ്റ് ക്ലാസ് എടുത്തു. ദൈവത്തിൻ്റെ ബൈബിൾ ക്ലാസ്സിൽ അങ്ങനെ അങ്ങ് ചിന്തിച്ചു. ദൈവം ആ ടീച്ചർ ഡയറക്റ്റ് ക്ലാസ്സിലിരുന്ന് അബ്രഹാം ബലപ്പെട്ടു. 16-ാം അധ്യായത്തിൽ സിസ്റ്റർ സാറാമ അരമണിക്കൂർ ക്ലാസ് എടുത്തു. അന്നേരം അവറാച്ച നേരെ തിരിഞ്ഞു. ഞാനിങ്ങനെ ആശയം മനസ്സിലാകാനാ. 16-ാം അധ്യായത്തിൽ സിസ്റ്റർ സാറാമ ചോദിച്ചു, എന്നാ ഇന്നലെ ഒരു ഇളക്കം പതിവില്ലാത്ത, എന്നാ നിങ്ങൾ പാതിരാത്രി മുറ്റത്തിറങ്ങുന്നു, പരിക്കാത്തോട്ട് കയറി വരുന്നു, പിന്നെ മുറ്റത്ത് കാണുന്നു, മേളിലോട്ട് നോക്കുന്നു, കീഴോട്ട് നോക്കുന്നു. ഞാനിതെല്ലാം ഇവിടെ കടന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. അവറാച്ചൻ പറഞ്ഞു, സാറാമേ എന്നോട് ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ രാത്രി മുഴുവൻ സർവശക്തനായ ദൈവം എന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കും. ഒന്ന് സാറാൻ വെച്ചു, നിങ്ങളോടോ? അതെ, എന്നോട്. ചുമ്മാ
എടി എന്നോട് വെക്കതും ആട്ടെ, നിങ്ങളോട് എന്നതാ ഇതിനും വേട്ടം ഈ രാത്രി മുഴുവൻ ഇരുന്ന് പറഞ്ഞ്? സാറാമേ, ദൈവം നമുക്ക് തലമുറയെ തരുമെന്ന്. ദൈവം നമുക്ക് സാറാൻ പറഞ്ഞു, മനുഷ്യനെ നിങ്ങൾ ചുമ്മാ പേക്കിനാവെങ്ങാണ്ട് കണ്ടതാ. നിങ്ങൾക്ക് പ്രായം എന്തുകൊണ്ടെന്നറിയാം. നിങ്ങളിപ്പോൾ ഡൈ അടിച്ച് നടക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് പ്രായം നന്നായിട്ടുണ്ട്. എനിക്കും അത്രയും ഇല്ലെങ്കിലും 10 വയസ്സിന് ഇനിയും കൊച്ചുങ്ങളെ ഒന്നും കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ ചുമ്മാ ഗ്ലോറി കാൽവറി വിറ്ററിന്നും പറഞ്ഞ് മേപ്പോട്ടിങ്ങ് പോട്ട് ഇവിടെ കിടന്ന് മുറ്റത്തിറങ്ങുന്നു, അടുപ്പരക്കകത്ത് കയറുന്നു, പിന്നെ മുറ്റത്തിറങ്ങുന്നു. വിറ്ററി പറയുന്നത് ചുമ്മാ മര്യാദയ്ക്ക് എങ്ങാനും ഇരിക്കും. ചുമ്മാ ഇല്ല സാറാമ്മ, എന്നോട് ദൈവം വ്യക്തമായിട്ട് പറഞ്ഞ തലമുറയെ തരുവന്ന്. അപ്പോൾ സാറാമ്മ ഒരു ബൈബിൾ ക്ലാസ് നിങ്ങളോട് പറഞ്ഞു, എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. എടി എന്നോട് ഒരു കാര്യം ചെയ്തു, അങ്ങനെയാണ് ഒരു കാര്യം ചെയ്തു, നിങ്ങൾ എൻ്റെ ദാസിയാകുന്ന ഹാഗറിൻ്റെ അടുക്ക ചെല്ല്. നിങ്ങളോടല്ലേ പറഞ്ഞ തലമുറയെ കിട്ടുമോ? എന്നോട് ഇതുവരെ പറഞ്ഞിട്ടുമില്ല. ഇനി നമ്മുടെ കുടുംബജീവിതത്തിലൊരു പ്രശ്നം വേണ്ട. ഒരു കാര്യം ഞാനും അനുകൂലിക്കുക, നിങ്ങൾ ഹാഗറിൻ്റെ അടുക്ക ചെല്ല്. അവിടെ ഒരു പദമുണ്ട്, അബ്രഹാം സാറായിയുടെ വാക്ക് അനുസരിച്ചെന്ന്. അങ്ങനെ തന്നെ എഴുതിയേക്കുന്നേ, വായിച്ചേ. അബ്രഹാം സാറായിയുടെ വാക്ക് അനുസരിച്ചു. പറയാം, അബ്രഹാം സാറായിയുടെ വാക്ക് അനുസരിച്ചു. ദൈവത്തിന്റെ വാക്ക് അനുസരിച്ചില്ല. ദൈവം 15-ാം അധ്യായത്തിൽ ഡയറക്റ്റ് പറഞ്ഞു, ഞാൻ നിനക്ക് സന്തതിയെ തരും. അത് അബ്രഹാം അങ്ങ് വിട്ടു. അബ്രഹാം സാറായിയുടെ വാക്ക്, ഈ ഭാര്യമാര് പറയുന്നത് കേൾക്കരുതെന്നോ അംഗീകരിക്കരുതെന്നോ അവരെ താഴ്ത്തിക്കിട്ടണമെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ദൈവികമായ വിഷയങ്ങൾ നിന്നോട് ഇടപെടുമ്പോൾ നീ ദൈവത്തെ ഭയപ്പെട്ടോണം. ഇപ്പം ഭാര്യ പറയാ, ചായ നമുക്ക് ഇന്ന് എനിക്ക് ക്ഷീണമായിരുന്നു, ഇന്ന് കഞ്ഞിയും ചമ്മന്തിയും ഉള്ളു, അതങ്ങരിച്ചേക്കണം, അവൾക്ക് വയ്യ. അല്ല ഉടനെ പറയാം, ദൈവം എന്നോട് പറഞ്ഞു ചിക്കൻ കാല് എന്ന് കഴിക്കാവുള്ളെന്ന് പറഞ്ഞാൽ അവിടെ വലിയ പ്രശ്നം ഉണ്ടാകും. പ്രശ്നം ഉണ്ടാകുകയല്ലേ? അങ്ങനെയുള്ള വിഷയങ്ങൾ പറയുമ്പോൾ നമ്മൾ അതിനോട് യോജിക്കണം. അച്ഛാ ഇന്ന് എനിക്ക് തുണി അലക്കാനൊത്തില്ല, ഞാൻ നാളെ അലക്കാം, അത് ന്യായമാണ്. പക്ഷെ ദൈവിക വിഷയങ്ങൾ വരുമ്പോൾ നീ ദൈവത്തെ ഭയപ്പെടണം. സ്തോത്രം. ഇവിടെ നേരെ തിരിച്ചു. 15-ാം അധ്യായത്തിൽ ദൈവം ഡയറക്റ്റ് പറഞ്ഞതാ തലമുറയെ തരുവന്ന്. അത് കേട്ട അബ്രഹാം ഗ്ലോറി വിക്ടറി കാൽവറി എന്നും പറഞ്ഞ് തുള്ളിച്ചാടി നടന്നവൻ 16-ാം അധ്യായത്തിൽ സിസ്റ്റർ സാറാമ്മയുടെ അരമണിക്കൂറത്തെ ബൈബിൾ സ്റ്റഡി, ആ അരമണിക്കൂറത്തെ ക്ലാസ്സിലിരുന്നപ്പോൾ അവർ നേരെ തിരിഞ്ഞു നേരെ ഹാഗാറിൻ്റെ കൂടാരത്തിൽ പോയി. ഒരുമാതിരിപ്പെട്ട സാറാമ്മ ക്ലാസ് എടുത്താൽ ഒരുമാതിരിപ്പെട്ട അവറായല്ല. സ്തോത്രം. അബ്രഹാം സാറായിയുടെ വാക്കനുസരിച്ചെന്ന് അങ്ങനെ അനുസരിച്ച് സാറായുടെ ഹാഗറിൻ്റെ അടുക്ക ചെന്നു. അതാ 16-ാം അധ്യായത്തിനൊടുവിൽ സാറാ ഗർഭവതിയായൊരു കുഞ്ഞിനെ പ്രസവിച്ചു. അപ്പോൾ സാറാ ഗർഭവതിയായപ്പോൾ ഈ പെണ്ണുങ്ങൾ രണ്ടുകൂടെ കയറി കൊമ്പ് കോർത്ത്. അത് വേറൊരു വിഷയം. ആരൊക്കെ? സാറായും കൊച്ചമ്മ തന്നെ പറഞ്ഞു വിട്ടത്. അവസാനം ഹാഗർ പ്രഗ്നൻ്റ് ആയപ്പോൾ കൊച്ചമ്മയായിട്ട് കൊമ്പ് കോർത്തു. അവസാനം ഈ പെണ്ണുങ്ങൾ രണ്ടുകൂടെ കടന്ന്, അയ്യോ 2 പെണ്ണുങ്ങൾ കൂടിയാൽ എന്നാ നടക്കാത്ത? എന്തിനാ 2? ഒരേ വാർത്തയും വന്നുകൊണ്ടിരിക്കില്ല, ഒരേ എണ്ണമല്ലേ. ആ ഉമ്മൻചാണ്ടി മന്ത്രിസഭ തകർക്കാൻ ഒരു പെങ്കൊച്ച് സാരിയും ചുറ്റി ഇറങ്ങി, നമ്മൾ കണ്ടതാ. കഴിഞ്ഞ 5 കൊല്ലം പിണറായി വിജയൻ അവർ ഭരിച്ചപ്പോൾ ഒരു പെങ്കൊച്ച്, നിങ്ങളാരും പേപ്പറൊന്നും വായിക്കുകയല്ലേ? വേറെ ചില സംസ്ഥാനത്ത് 2 പെണ്ണുങ്ങളായിരുന്നു. ഇപ്പം പിന്നെ പരുവക്കേടായി. 2 പെണ്ണുങ്ങൾ കൂടിയാ എന്നാ നടക്കാത്ത? എന്നെ ഇങ്ങനെ നോക്കുന്ന അവിടെ പുസ്തകത്തിൽ എഴുതിയ കാര്യം. ഹാഗാറും സാറായും 2 പേരൂടെ കയറി ഉടക്ക് പോയ. ഉടക്കെന്ന് പറഞ്ഞാൽ ചെറിയ ഉടക്കല്ല. നിങ്ങളാ ഭാഗം പഠിക്കണം. ഒരു സ്ത്രീ, പൂർണ്ണ ഗർഭവതിയായൊരു സ്ത്രീ വീട് വിട്ട് ഓടണമെങ്കിൽ എന്തോ പ്രശ്നമാണ് അവിടെ നടന്നേ. നിങ്ങൾ അങ്ങനെ ചിന്തിച്ചേ. ഗർഭവതിയായ ഒരു സ്ത്രീ നാടൻ ഭാഷ നിറവയറോടെ ഒരു വീട്ടിൽ നിന്ന് ഓടിപ്പോകണമെങ്കിൽ എന്തോ പ്രശ്നമാണ് അവിടെ നടന്നത്. അതെല്ലാം ഒന്നും എഴുതി വെച്ചിട്ടില്ലെന്നേ ഉള്ളൂ.
നമുക്കിത് വായിക്കുമ്പോൾ മനസ്സിലാകുമല്ലോ, ഭൂകമ്പം കുറഞ്ഞതൊന്നും അല്ല അവിടെ നടന്നത്. 2 പെണ്ണുങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കിയാൽ അതിൽ ഞരങ്ങുന്നത് മുഴുവൻ സഹോദരന്മാരാണ്. ഉദാഹരണം, അമ്മയും ഭാര്യയും കൂടെ ഉടക്കുക. നമ്മൾ എന്നാ ചെയ്യും? നിങ്ങൾ പറ. ഏതായാലും നിങ്ങൾ ഇതുവരെ മിണ്ടാതിരുന്നു, ഇനിയെങ്കിലും നിങ്ങൾ എന്തെങ്കിലും പറ. നമ്മുടെ ഭാര്യയും നമ്മുടെ അമ്മയും കൂടെ കൊമ്പ് കോർത്ത് ഇതിൻ്റെ നടുവിൽ നമ്മൾ എന്ത് ബുദ്ധിമുട്ടും? നിങ്ങൾ പറ. നിങ്ങളിനി എന്തേലും പറഞ്ഞു വെച്ചാൽ ഞാൻ ബാക്കി പറയുന്നുള്ളൂ. നിങ്ങളൊന്ന് പറഞ്ഞേ. നമ്മുടെ ആ മനോദുഃഖം, നമുക്ക് അമ്മയെ പിണക്കാൻ പറ്റുമോ ഭാര്യയെ പിണക്കാൻ പറ്റുമോ? 2 പേരും നമുക്ക് വിലപ്പെട്ടവരാ, ഇല്ലേ? പറ, നിങ്ങൾ എന്തായാലും ഒന്ന് പറ, ഇല്ലേ? 2 പേരും നമുക്ക് വിലവേറിയവരാ. അമ്മ 10 മാസം നൊന്ത് വേദനിച്ച് പ്രസവിച്ച അമ്മ പട്ടിണി കിടന്നാണ് നമ്മളെ വളർത്തിയത്. പലപ്പോഴും അമ്മയുടെ ആഹാരമാണ് നമുക്ക് തന്നത്, ഇല്ലേ? അതെ, ഞങ്ങളുടെയൊക്കെ നാട്ടിലൊരു പഴഞ്ചൊല്ല്, മുണ്ട് മുറുക്കി കൊടുത്താണ് നമ്മളെ വളർത്തിയത്. അതെ, പലപ്പോഴും പല രാത്രി അമ്മ അത്താഴം കഴിച്ചിട്ടില്ല, കഴിക്കാനാണ് നമുക്ക് തന്നത്. വിശേഷിച്ച് അമ്മമാർക്ക് ആൺപിള്ളേരോട്, പെൺപിള്ളേരെ ഇഷ്ടമല്ലെന്നല്ല, ആൺപിള്ളേരോട് ചെറിയ പ്രത്യേക താല്പര്യം, അത് കുറ്റമല്ല, ഉണ്ട്. അമ്മയുടെ വീതം എടുത്താണ് നമുക്ക് തന്നത്. അങ്ങനെ വളർത്തിയ നമ്മുടെ പെറ്റതല്ല, നമുക്ക് ഉപേക്ഷിക്കാനൊക്കത്തില്ല. നമുക്ക് വിലപ്പെട്ടതാ അമ്മ. അതെ. പിന്നെ ഭാര്യ, അതും വിലയേറിയതാണ്. അവരവരുടെ വീടും സഹോദരങ്ങളെയും ചാർച്ചക്കാരെയും സങ്കീർത്തനക്കാരും പറയും പോലെ, അലിയോ കുമാരി നോൾക്കുക കേൾക്കുക ചെവിയുക സ്വജനത്തെയും, അലങ്കാര ഭാഷയിലാന്നേലും അതൊക്കെ വിട്ടേച്ച് നമ്മളെ വിശ്വസിച്ച് നമ്മുടെ കൂടെ വന്നേക്ക് കൈ തന്ന ഉടമ്പടി വാചകം ചൊല്ലി നമ്മളെ ദൈവം കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നമ്മളാ ദൈവം കഴിഞ്ഞാൽ. ഭാര്യയെ നമുക്ക് വിലപ്പെട്ടതാണ്. അങ്ങനെയുള്ള ഈ ഭാര്യയും ഈ അമ്മയും കൂടെ കൊമ്പ് കോർത്താൽ നമ്മൾ എന്നാ ചെയ്യുമെന്ന് നിങ്ങൾ ഇനി പറഞ്ഞു വെച്ചാൽ ഞാൻ അടുത്ത പോയിന്റ് പറയുന്നുള്ളൂ. എന്തോ ചെയ്യും പറ. എന്നാ ചെയ്യാനാ പാസ്റ്റേ? ഞാൻ ഈ പരുവത്തിലായെന്നായിരിക്കും വേണേ. 2 കൂടെ കാരണം ഞാൻ ഈ പരുവത്തിൽ ഈ പാസ്റ്റർക്ക് എൻ്റെ മുഖം കണ്ടാൽ അറിയത്തില്ലേ, എൻ്റെ അതെനിക്ക് മനസ്സിലായി നിൻ്റെ മുഖം കണ്ടപ്പം. അതെ, അമ്മയും ഭാര്യയും കൂടെ ഉടക്കാം. ഉടനെ നമ്മൾ ഞരങ്ങുന്ന നമ്മളല്ലേ. ഉടനെ നമ്മൾ ചെന്ന് അമ്മയോട് പറഞ്ഞ്, അമ്മ അങ്ങ് മിണ്ടാതമ്മേ, അവൾ എന്തേലും പറയുന്നത് അങ്ങ്. അതേടാ, ഞാനിപ്പം മിണ്ടുന്നത് പോലും നിനക്ക് നടക്കുന്ന കാര്യമായി പറഞ്ഞ്. ഉടനെ നമുക്ക് ഹൃദയം വേദനിക്കും. പറ്റാതുള്ള കരയല്ലേ. ചില അമ്മമാർ അപ്പോൾ ചെയ്തതെല്ലാം ചിലപ്പോൾ ഒന്ന് പറഞ്ഞെന്ന്, എടാ നിനക്ക് കരപ്പം വന്നപ്പം കരപ്പൻ, ഞങ്ങളുടെ ഇവിടെ കരപ്പൻ എന്നാ, ഇവിടെ എന്നാ പറയുന്നത്? പിന്നെ നിങ്ങളാരും മിണ്ടായിരുന്നത് കരപ്പൻ എന്ന് പറഞ്ഞപ്പോൾ. അമ്മ പറയും, നമുക്ക് മനോവേദന എടുക്കും. ഉടനെ നമ്മൾ പിന്നെ അമ്മയോടൊന്നും പറയത്തില്ല. ഉടനെ നമ്മൾ ഇന്ന് ഭാര്യയോട് പറഞ്ഞു, നമുക്ക് 2 പേർക്ക് ചെല്ലാമൻ. ഭാര്യ പറഞ്ഞു, സൂസമ്മേ നീ അങ്ങനെ ക്ഷമിക്കണേ. ഞാൻ പറയും, ഞാൻ ഉടനെ നൈറ്റി എടുത്തവളങ്ങ് കുത്തി. ഞാൻ പറയും, നിങ്ങൾക്കെന്നെ അറിയത്തില്ല, ഞാനേ വെറുതെ ഒന്നുമല്ല ഈ വീട്ടിലോട്ട്. ഡയലോഗ് മാറുക. നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മേനെ ചൊവ്വിനെ നിർത്താനൊക്കത്തില്ലെങ്കിൽ എന്നാന്ന് വെച്ചാൽ ചെയ്തോണം. തള്ളേനെ ഇന്ന് രാത്രി ഇവിടുന്ന് വിട്ടില്ലേ, എൻ്റെ തനിനിറം താൻ അറിയും. ഞാൻ പോട്ടെന്ന് വെച്ച് കുറേ നാളായി. ഞാൻ പറയും, ഞാൻ ഇനി നിങ്ങളിങ്ങനെ വായി വെള്ളം ഒഴിച്ച് മിണ്ടാതിരിക്കുന്നതായി തള്ള ഇങ്ങനെ കിടന്ന് ചേടിക്കുന്നത്. ഞാൻ പറയും, തന്നെയല്ല ഞാൻ വെറുതെ ഒന്നുമല്ല ഇങ്ങോട്ട് വന്നത്. എൻ്റെ ആങ്ങളെ അപ്പനുമൊക്കെ തരേണ്ടതല്ല തന്നു. ഉരുളി തന്നില്ലേ? തന്നു. ചെമ്പ് തന്നില്ലേ? തന്നു. അലമാര 3 ഡോറിൻ്റെ ഫ്രിഡ്ജ് അത് കിട്ടിയോ? സ്റ്റാലിക്ക് ഫ്രിഡ്ജും കിട്ടി. അല്ല, നല്ല കാര്യമാണ്. വാഷിംഗ് മെഷീന്, ഫ്രിഡ്ജ്, കറങ്ങുന്ന പാന്,
ഇതിൽ കറങ്ങാത്ത ഒരുത്തം കൊടുത്ത്, അതുകൊണ്ടല്ലേ കറങ്ങിയത്. ഞാൻ കൊണ്ട് പിറ്റി വരപ്പോൾ കറങ്ങുന്നില്ല, അതുകൊണ്ടാണ് കറങ്ങുന്ന പാനെന്ന് പറഞ്ഞത്. അല്ല, ഞാൻ ഒട്ട് പറഞ്ഞു ഒന്നുമല്ല. എൻ്റെ അപ്പനും ആങ്ങളമാരും ഒക്കെ തരേണ്ടതല്ല തന്ന ഇങ്ങോട്ട് സ്ത്രീധനവും തന്നു. ആ, നിങ്ങൾ ചോദിച്ചതില്ലോ 2 രൂപ കൂടുതലാ തന്നത്. നിങ്ങളിപ്പോൾ ഞെളിഞ്ഞിരുന്ന് പോകുന്ന വണ്ടി ആര് മേടിച്ചു തന്നതാ? ആര് മേടിച്ചു തന്നാ വണ്ടി? എൻ്റെ വീട്ടിൽ നിന്ന് കാശ് വന്നപ്പം മേടിച്ചല്ലേ. എന്തിനാടാ അവിടെ വണ്ടിയെ കയറിയിരുന്നത്? നീ കൂടെ കൂടെ കേശവദാസ് എടുത്തിട്ട് പോകുന്നത്. അവൾ നിർത്താൻ പറയുമ്പോൾ ചവിട്ടണം, പോകാൻ പറയുമ്പോൾ കാലെടുത്ത് പൊക്കിക്കണം. നീ ചെയ്യേണ്ട കാര്യം ഇവിടുന്ന് നേരെ കേശവദാസപുരം കഴിഞ്ഞ് തമ്പാനൂരും കഴിഞ്ഞ് നേരെ വിട്ട് അണ്ട കരമന പാലത്തെ കയറിച്ച് താഴോട്ട് ചാടിയിക്കണം. താക്കോല് അവിടെ കയ്യിലോട്ടും കൊടുത്തേക്കണം. ഞാൻ എൻ്റെ ശൈലി പറയുക. അതുകൊണ്ട് അമ്മമാരോട് സഹോദരിമാരോടും പറയാം, അലോക്യം ഉണ്ടാക്കരുത്, അലോക്യം ഉണ്ടാക്കരുത്. മറുഭാഷ കുറച്ചേ പറഞ്ഞോളെങ്കിലും അലോക്യം ഉണ്ടാക്കരുത്. നിങ്ങൾ 2 പേരുടെ കൊമ്പ് കോർത്ത അദ്ദേഹം ആ മനോവേദനയോടെ, അതെ, അവർക്ക് അമ്മയും വിലപ്പെട്ടതാ, ഭാര്യയും വിലപ്പെട്ടതാ. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകാടിയാണോ അതോ സ്തംഭിച്ചിരുന്ന് പോയതാണോ അതോ എന്നെ നിങ്ങളുടെ ഉദ്ദേശം എന്നാന്ന് പറ. മറുഭാഷ ഇച്ചിരി കുറച്ച് പറഞ്ഞാൽ മതി. നിങ്ങളുടെ മകനെ, ഭർത്താവിനെ വേദനിപ്പിക്കരുത്. ഇപ്പം നിങ്ങൾ പറയാം, പാസ്റ്റർക്ക് അങ്ങ് പറഞ്ഞു വെച്ച് പോയാൽ മതി, ഞാൻ അനുഭവം, ഞാൻ തീക്കകത്താ. എന്നാതി? ഞാൻ ഇന്നലെ ഞങ്ങളുടെ സഭ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞു, അവിടെ പറഞ്ഞ് അങ്ങ് നിർത്താം, അത് മതി, ഇപ്പം ഗുണമാകാനാണ് ഇതൊക്കെ മതിയല്ലോ. ഞാൻ ഹൃദയം തുറന്നായി പറയുന്നേ, ആലോക്യവും മഴക്കും പ്രശ്നം ഉണ്ടാക്കരുത്. നമുക്ക് ഭക്ഷിപ്പാൻ ദൈവം തരുന്നില്ലേ? ഇല്ലേ? ഈ കോവിഡ് ഇപ്പം 2 വർഷത്തോളമാകുന്നു. ദൈവം തന്നെ പുലർത്തി. നമ്മുടെ സ്നേഹിതന് സമപ്രായക്കാരും വേണ്ടപ്പെട്ട അനേകർ കടന്നുപോയി. അവർ പാപികളായതുകൊണ്ട് പോയതല്ല, അവർ ദോഷികളായതുകൊണ്ടും പോയതല്ല. അങ്ങനെ പറയരുത്. അവരെ മുന്നമേ ദൈവം അങ്ങ് ചേർത്തു. നമുക്ക് ഒരു രാത്രിയും കൂടെ ദൈവം തന്നു. നിങ്ങളുടെ കൂടെ ഇരുന്ന് ആരാധിച്ച പലരും പോയി. നിങ്ങളെക്കാൾ പ്രായം കുറഞ്ഞവരും പോയി. ദൈവം നമുക്ക് ആയുസ് നൽകി. നടന്നാന്നേലും ഇവിടെ വരാൻ ദൈവം കൃപ ചെയ്യുന്നുണ്ട്. വെക്കുന്ന ഭക്ഷണം കഞ്ഞിയോ ചോറോ കപ്പയോ എന്തുമായിട്ട് അത് വാരി കഴിക്കാനുള്ള ആരോഗ്യവും ബലമൊക്കെ ദൈവം തരുന്നുണ്ട്. എത്രയോ പേര് മൂക്കിക്കട ട്യൂബ് ഇട്ട ലിക്വിഡായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ എന്ത് ഭദ്രമായിട്ടാണ് നിന്നെ നടത്തും. ഒന്ന് ചിന്തിച്ച്, ഇതൊക്കെ ഒന്ന് ചിന്തിക്കേ. ഞാൻ ഇന്നലെ ഒരാളോട് പറഞ്ഞു, ഈ തന്നതിനെല്ലാം നന്ദി പറ. ഇത് കിട്ടാനുള്ളതിന് അങ്ങിരുന്ന് പെറുപെറുക്ക. എന്നാലും ദൈവം എന്നോടിങ്ങനെ. എൻ്റെ കൂടെ ഇറങ്ങിയ ബേബിക്ക് ഓടി കൊടുത്തു. അപ്പാ, നിനക്ക് വട്ട നീ കുപ്പാൻ തരുന്ന് വിളിക്കുന്നത്, തലക്കോളവാ നിനക്കല്ല. ഈ ഒത്തിരി വട്ട പിടിച്ചതുണ്ട് കേട്ടോ. അതെ, ഒത്തിരി പ്രാന്ത് പിടിച്ച ഒത്തിരി ഉണ്ട്. അവർക്ക് 2 നില കൊടുത്തു. നിനക്ക് വാടകയ്ക്കാന്നേലും അല്ലെ വാടകയില്ലേലും കയറി കിടക്കാൻ ഇടമില്ലേ? ഇല്ലേ? എത്രയോ പ്രിയപ്പെട്ടവർ നമ്മൾ റോഡ് രാത്രി യാത്ര ചെയ്യുന്നവർക്കറിയാം, കടത്തിണ്ണയിലും വരാന്തയിലും എല്ലാം കിടക്കുക ഈ മഴ സമയത്തും. എൻ്റെ ദൈവമേ, ഇപ്പോഴത്തെ വാർത്ത കേട്ടത് ഉരുള് പൊട്ടി 13 പേരെ കാണാനില്ല. ദൈവം നിനക്ക് ദോഷം വരാതെ വരെ നിർത്തിയില്ലേ? ലഭിച്ച നിനക്ക് നന്ദി പറ. കിട്ടാത്തതോർത്ത് പിറുപിറുത്ത് ഞരങ്ങാതെ ദൈവത്തിന് നന്ദി അർപ്പിക്കുക. വസ്ത്രം തന്നില്ലേ ദൈവം? കിടപ്പാടം തന്നില്ലേ? ഇല്ലേ? തന്നതിനെല്ലാം സ്തോത്രം ചെയ്യുക.
തരാത്തതിനെ പറ്റി പെറുപിറുക്കരുത്. അത് ദൈവത്തിന് ഇഷ്ടമല്ല. ലഭിച്ചതിനെല്ലാം നന്ദി അർപ്പിക്കും. ഞാൻ 9 ആയതുകൊണ്ട് അങ്ങ് നിർത്തുക. നാളെ ഞങ്ങൾക്ക് 2 സെക്ഷനാണ് സഭായോഗം. അത് കഴിഞ്ഞാൽ എനിക്ക് എറണാകുളത്ത് ദൈവം അനുവദിച്ചാൽ യോഗം നടത്താൻ പോകണം. അതുകൊണ്ട് ഇപ്പം തന്നെയല്ല, ഗുണമാകാനാണ് ആവശ്യമുള്ളത്. ആയി, ഇത് പോരെ? ഇനിയും വേണോ? അല്ല, ഇനിയും വേണോ? ഇത് പോരെ? മതി. ആവശ്യമുള്ളതായി, ആവശ്യത്തിനായി. ഒടുവിൽ എത്രയോ പറയാണ്, ഞാനും നിങ്ങളും ആരാധിക്കുന്ന ദൈവം സർവശക്തിയുള്ള ദൈവമാണ്. ആ പോയിന്റ് പറഞ്ഞങ്ങ് നിർത്താല്ലേ അതൊരു അപാകത വരും. 16-ാം അധ്യായത്തിൽ സാറായിയുടെ വാക്ക് അബ്രഹാം കേട്ടു, ദൈവത്തിൻ്റെ വാക്ക് അനുസരിച്ചില്ല. അതുകൊണ്ട് 16-ാം അധ്യായത്തിനൊടുവിൽ ഹാഗാർ അബ്രഹാമിന് ഇസ്മായേലിനെ പ്രസവിക്കുമ്പോൾ അബ്രഹാമിന് 86 വയസ്സുകൊണ്ട് ആ അധ്യായം തീർന്നു. പിന്നെ 17-ാം അധ്യായത്തിൽ തുടങ്ങുന്ന അബ്രഹാമിന് 99 വയസ്സായപ്പോൾ ദൈവം ഇടപെട്ടു. എന്ന് പറഞ്ഞാൽ 85-ാമത്തെ വയസ്സിലാണ് ദൈവം ഇടപെടുന്നത്. കാരണം 85-ൽ ഇടപെട്ടു, സാറയുടെ വാക്ക് കേട്ടു, ഹാഗറിൻ്റെ ഒക്കെ പോയി 1 കൊല്ലമായപ്പോൾ കൊച്ചെ. അപ്പോൾ 86, അപ്പോൾ 85 എടുക്കണം. 85-ാം വർഷത്തിൽ ദൈവം 85-ാമത്തെ വർഷത്തിൽ ദൈവശബ്ദം കേട്ട അബ്രഹാം നീണ്ട 13 കൊല്ലം ദൈവശബ്ദം കേട്ടില്ല. കേൾക്കാഞ്ഞതിൻ്റെ കാരണം പറയാം. 85 ദൈവശബ്ദം കേട്ട് അനുസരിച്ചില്ല, സാറായുടെ വാക്ക് അനുസരിച്ചു. അപ്പോൾ തമ്പുരാന് മനസ്സിലായി, ഞാൻ പറയുന്ന കാര്യം ഇവൻ കേൾക്കത്തില്ല, എന്നാൽ അവൾ തന്നെ പറയട്ടെ. സാറ ആകെ കൂടെ ഒരു ക്ലാസ് എടുത്തതാ. പിന്നെ അമ്മാമ്മയ്ക്ക് ക്ലാസ് എടുക്കാൻ നേരവും പെണ്ണുങ്ങൾ തമ്മിൽ ബോലത്തായി പ്രശ്നമായി. അബ്രഹാം ദൈവശബ്ദവും കേട്ടില്ല. പിന്നെ 99-ാമത്തെ വയസ്സിലാണ് ദൈവം ഇടപെടുന്നത്. 13 കൊല്ലം ദൈവം ഇടപെട്ടില്ല. ഇനി എൻ്റെ ഒരു ആത്മീയ പാഠം പറഞ്ഞങ്ങ് നിർത്താം. 99 വയസ്സായപ്പോൾ ദൈവം ഇടപെട്ടു അബ്രഹാമിന് പ്രത്യേകം. ഞാൻ സർവശക്തിയുള്ള എന്ന് പറഞ്ഞാൽ 85-ാമത്തെ വയസ്സിലും അബ്രഹാം ഒരു സ്ത്രീയുടെ അടുക്കൽ ചെന്നപ്പോൾ ആ സ്ത്രീയിൽ കുട്ടിയുണ്ടായി. അപ്പോൾ നല്ല സെൻസിലെടുക്കണം, 85-ാമത്തെ വയസ്സിലും ഒരു കുട്ടിയെ ജനിപ്പിക്കത്തക്ക നിലയിലുള്ള ശാരീരിക സ്ഥിതി അബ്രഹാമിനുണ്ട്. എന്നാൽ കഴിഞ്ഞ 13 വർഷം കൊണ്ട് അബ്രഹാമിൻ്റെ ശക്തിയും കൃപയും അബ്രഹാമിൻ്റെ ബലവും എല്ലാം ചോർന്ന് തീർന്നു. അതുകൊണ്ടാണ് തമ്പുരാൻ 17-ാം അധ്യായത്തിൽ പറഞ്ഞത്, അബ്രഹാമേ, ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്. ഇപ്പം നിന്റെ ശക്തിയെല്ലാം തീർന്നില്ലേ? നിന്റെ കഴിവെല്ലാം തീർന്നല്ലോ. കാരണം 85-ൽ കൊച്ചുണ്ടായി. പിന്നെ അബ്രഹാമിൻ്റെ കൊച്ചിനെ കൊടുത്ത അബ്രഹാം വേണേ സാക്ഷ്യം പറയും, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ, സ്തോത്രം, ഞങ്ങൾക്ക് തലമുറയില്ലാതെ ഒത്തിരിയും ഭാരപ്പെട്ടു, ഒത്തിരി പ്രവാചകന്മാരുടെയൊക്കെ ഞങ്ങൾ പോയി, പ്രവാചകന്മാർ ദൂത് പറഞ്ഞു, ഇങ്ങനെ തൊട്ടിയും കൊച്ചും കാണുന്നതായിട്ട് സ്തോത്രം, അമ്മാമ ഒരു കുട്ടിയുടുപ്പ് മേടിക്കുന്നതായിട്ട് വെളിപ്പാടുകൾ അങ്ങനെ വരും. അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങളോട് പലരും ദൂത് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ഒരു കസിൻ ബ്രദർ പറഞ്ഞു, വയനാട്ടിൽ ഒരു നാട്ടു ചികിത്സക്കാരനുണ്ട്, പുള്ളിയുടെയൊക്കെ പോവുകയാണെങ്കിൽ സൈഡ് എഫക്റ്റ് ഇല്ലാത്ത പച്ചമരുന്ന്. അങ്ങനെ ഞാനും ലില്ലിക്കുട്ടിയും കൂടെ അങ്ങനെ വയനാട്ടിൽ ചെന്നു. അങ്ങനെ ഞങ്ങൾ വളരെ പാസ്റ്റ് പ്രാർത്ഥിച്ചാണ് ഞങ്ങളെ വിട്ടത്. അവിടെ ചെന്നു. അങ്ങനെ വൈദ്യൻ്റെ ഒക്കെ ചെന്നപ്പോൾ ഒരു കാര്യം ബോധ്യപ്പെട്ടു, വൈദ്യൻ യേശുവിനെ വിശ്വസിക്കുന്ന ഒരു വൈദ്യനാണ്. അങ്ങനെ ആ വൈദ്യനിൽ കൂടി ദൈവം പ്രവർത്തിച്ചു. അങ്ങനെ ആ മരുന്ന് കഴിച്ചു. ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ ദൈവം, അങ്ങനെ ദൈവവും വൈദ്യനും കൂടെ ചേർന്ന് ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ കിട്ടി. അത് ദൈവത്തിന് ഇഷ്ടമല്ല. ദൈവത്തിന് ആരുടെയും കെയറോപ്പ് വേണ്ട, ഓരോരുത്തൻ്റെയും കെയറോപ്പ് വേണ്ട. നിനക്ക് അങ്ങനെ ഒരു കൊച്ചിനെ കിട്ടിയാൽ നീ പറയും ദൈവം വൈദ്യനിൽ കൂടി പ്രവർത്തിച്ചു. അത് തെറ്റാണോന്ന് ഞാൻ വാദിക്കുന്നില്ല, അത് ദൈവത്തിന് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് തമ്പുരാൻ പറഞ്ഞത്, നിന്റെ ശക്തിയെല്ലാം തീർന്നു, നിന്റെ കഴിവെല്ലാം തീർന്നു, നിന്റെ ബലമെല്ലാം തീർന്നു. എന്നാ ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ ആശയം ഇത്രയേ ഉള്ളൂ, പറഞ്ഞു നിർത്താം. നിന്റെ ശക്തി തീർന്നു കഴിയുമ്പോഴാണ് ദൈവശക്തി വെളിപ്പെടുന്നത്. നമ്മുടെ ബലമെല്ലാം തീരുമ്പോഴാണ് ദൈവത്തിന്റെ ബലം വെളിപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്.
നിന്റെ ശരീരം ബലഹീനമായിരിക്കും, രോഗം പിടിച്ചതായിരിക്കും, ക്ഷീണമുണ്ടായിരിക്കും. പക്ഷെ ഇന്ന് രാത്രി സർവശക്തിയുള്ള ദൈവം നിന്റെ രോഗബന്ധനത്തെ മാറ്റിത്തരും, നിന്റെ സകല കെടുതികളും മാറ്റിത്തരും, സകല പ്രയാസങ്ങളും മാറ്റിത്തരും. ഞാനും നിങ്ങളും ആരാധിക്കുന്ന ദൈവം സർവശക്തിയുള്ള ദൈവമാണ്. സർവശക്തിയുള്ള ദൈവം, സർവശക്തിയുള്ള ദൈവം യേശുവിന്റെ നാമത്തിൽ. ഓ ഓ സർവശക്തിയുള്ള ദൈവം, സർവശക്തിയുള്ള എൽ ശദ്ദായി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മൊത്തം പാടുന്നില്ല, 4 വരിയെ പാടുന്നുള്ള സമയം പോയതുകൊണ്ട്. അത്യുന്നതനാം ദൈവത്തിൻ മറവിൽ സർവശക്തൻ നിഴലിൻ കീഴിൽ, അത്യുന്നതനാ ദൈവത്തിൻ മറവിൽ സർവശക്തൻ നിഴലിൻ കീഴിൽ കോട്ടയ. സ്വോത്രകാഴ്ച എടുത്തില്ലേ എന്നോട്? എനിക്ക് സ്വോത്ര, അതാ ഞാൻ മറന്നു. സ്വോത്രകാഴ്ചയും കൂടെ അങ്ങ് എടുക്കാം, ആരും പോകരുത്, അതോട് ഇട്ടേച്ച് പോണേ. എന്ത് ചെയ്യാ, പാത്രം എന്ത് ചെയ്യാ? അത്യുന്നതനാ ദൈവത്തിൻ മറവിൽ സർവശക്തൻ നിഴലിൻ കീഴിൽ കോട്ടയായവൻ സങ്കേതമായവൻ തൻ സന്നിധിയിൽ. ഓ കോട്ടയായവൻ സങ്കേതമായവൻ തൻ സന്നിധിയിൽ വസിക്കുന്നു ഞാൻ. ഞാൻ ആശ്രയിക്കും പാറ, എന്റെ രക്ഷയിൻ വെളിച്ചം. ഞാൻ ആരെ പേടിക്കും? കർത്താവിന്റെ അഭയം. ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു വീരഭുജമുള്ളോൻ കൈപിടിച്ചു നടത്തുന്നേ. ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു വീരഭുജമുള്ളോൻ കൈപിടിച്ചു നടത്തുന്നേ. ഓ അത്യുന്നതനാം ദൈവത്തിൻ മറവിൽ സർവശക്തൻ നിഴലിൻ കീഴിൽ. ഓ കോട്ടയായവൻ സങ്കേതമായവൻ സന്നിധിയിൽ വസിക്കുന്നു ഞാൻ. ഞാൻ ആശ്രയിക്കും പാറ, എന്റെ രക്ഷയിൻ വെളിച്ചം. ഞാൻ ആരെ പേടിക്കും? കർത്താവിന്റെ അഭയം. ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു